അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. സമയം കളയുന്നില്ല. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഓക്കെ, ഓരോന്നായി നോക്കാം. ഒന്ന്, ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ടേം പോപ്പുലറൈസ് ചെയ്ത വ്യക്തി ആരാന്ന് പറയാമോ? May I know who is the person who has popularized the term biodiversity? ബയോഡൈവേഴ്സിറ്റി എന്ന ടേം പോപ്പുലറൈസ് ചെയ്ത വ്യക്തി എഡ്വേർഡ് വിൽസൺ. അതാണ് ഫസ്റ്റ് പോയിന്റ്. വേഗം 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 സാറിനോടൊപ്പം പഠിച്ചു വരണം. എഡ്വേർഡ് വിൽസൺ is the person who has popularized the term biodiversity. What is biodiversity എന്നൊന്നും എന്തായാലും ചോദിക്കാൻ പോകുന്നില്ല. എന്താ ബയോഡൈവേഴ്സിറ്റി? നമ്മളുടെ ചുറ്റിനും കാണുന്ന ജീവിവർഗങ്ങളുടെ ഡൈവേഴ്സിറ്റിക്കാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുക. എന്തൊരു നല്ല ടോപ്പിക്. ബയോഡൈവേഴ്സിറ്റി അറ്റ് ഡിഫറെന്റ് ലെവൽസ്. നോക്കാം. Who can tell me which are the different levels of biodiversity? ബയോഡൈവേഴ്സിറ്റിയുടെ പല പല ലെവൽസ് ഏതൊക്കെയാന്ന് പറയാം. ഒന്ന്, ജനറ്റിക് ഡൈവേഴ്സിറ്റി. എടോ ശ്രദ്ധിച്ച് കേട്ടെ, എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുന്നോട്ടോ, അങ്ങനെ ഭയങ്കര സംഭവം ഒന്നും ഇവിടെ ഇല്ല. ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു ഒറ്റ സ്പീഷീസിനകത്ത് നടക്കുന്നതാണോ അതോ പല പല സ്പീഷീസിനകത്ത് നടക്കുന്നതാണോ? ആരുടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ആയി പോകുന്നുണ്ട്, മ്യൂട്ട് ചെയ്തിരുന്നോളൂ. ബയോഡൈവേഴ്സിറ്റി, ഈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്പീഷീസിൽ നടക്കുന്നതാണോ അതോ പല പല സ്പീഷീസിൽ നടക്കുന്നതാണോ? പറഞ്ഞ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി, is it happening inside a single species or in different species? Tell me fast. ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി, കമന്റ് ചെയ്തേ. ജനറ്റിക് ഡൈവേഴ്സിറ്റി അതിന്റെ മീനിങ് എന്താ? ജീനിന്റെ ഡൈവേഴ്സിറ്റി. ജീനിന്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സെയിം സ്പീഷീസ് ആയിരിക്കും, ഡിഫറെന്റ് സ്പീഷീസ് ആയിരിക്കും? കമന്റ് ചെയ്യടോ, സാറ് വെയിറ്റ് ചെയ്യാണ്. എന്ത് പറ്റി? നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ചെയ്യുക, തെറ്റുന്നത് തെറ്റിക്കോട്ടെ. അതെന്താ എന്റെ നെറ്റ് വല്ല ലാഗ്ഡ് ആണോ? ഡിഫറെന്റ് സ്പീഷീസ് എന്നാണോ തോന്നണേ? ഇതാ പറ്റുന്നു കേട്ടോ. നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കൂ എന്ന് സാറിന് അറിയാം. അതുകൊണ്ട് സാറ് മനഃപൂർവ്വം ചോദിച്ചതാണ്. നോക്കാം. ഡിഫറെന്റ് സ്പീഷീസുകൾ തമ്മിലുള്ള ഡൈവേഴ്സിറ്റി വരുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. തിരിഞ്ഞു പോവരുത്. ഡിഫറെന്റ് സ്പീഷീസ് തമ്മിലുള്ള ഡൈവേഴ്സിറ്റി വരുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. ഐ റിപ്പീറ്റ്, ഒന്നുകൂടി സാർ പറയാം. ഡിഫറെന്റ് സ്പീഷീസ് തമ്മിലുള്ള ഡൈവേഴ്സിറ്റി വരുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്. ഒരേ സ്പീഷീസിനകത്ത് വരുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റി ആണ്. ഇപ്പൊ ഒരു കുഞ്ഞുദാഹരണത്തിന്, ഞാൻ മനുഷ്യനാണ്, പിന്നെ യാതൊരു സംശയവും ഇല്ല. അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാള് മനുഷ്യനാണ്, ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരാള് മനുഷ്യനാണ്, ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഒരാള് മനുഷ്യനാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാള് മനുഷ്യനാണ്. പക്ഷെ ഇവരെല്ലാവരുടെയും തന്നെ ഫിസിക്കൽ സാറിന് ആവശ്യത്തിന് ശബ്ദം ഉണ്ടോ? അതാദ്യം പറയൂ. ആവശ്യത്തിന് സൗണ്ട് ഉണ്ടോ? ക്യാമറ ഓണാക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല കേട്ടോ, അതുകൊണ്ടാണ് ക്യാമറ ഓണാക്കാത്തത്. സാർ മറന്നുപോയതല്ല. നോട്ട് ഇൻ എ പ്രോപ്പർ സിറ്റുവേഷൻ ടു സ്വിച്ച് ഓൺ ദ ക്യാമറ, ദാറ്റ്സ് വൈ. ഓക്കെ, കുഞ്ഞുങ്ങളെ നോക്കിക്കേ. പക്ഷെ ഈ പറയുന്ന മനുഷ്യരെ എല്ലാവരും തന്നെ ഫിസിക്കൽ ക്യാരക്ടേഴ്സിൽ എത്രയോ വ്യത്യാസമുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്റാർട്ടിക്കയിലാണോ ആർട്ടിക്കിലാണോ? ആർട്ടിക്കിലല്ലേ കേട്ടോ. ആർട്ടിക്കില് ഇഗ്ലൂസ് എന്ന് പറഞ്ഞ കൂട്ടരുള്ളത് അല്ലെ? ഇഗ്ലു അവരുടെ വീടാണെന്ന് തോന്നുന്നല്ലേ? ആർട്ടിക് മെൻ, ഇഗ്ലു വീടാണെന്ന് തോന്നുന്നു. ഇഗ്ലു മെൻ എന്നാണ് അവരുടെ പേര് എന്ന് തോന്നുന്നു. പൊക്കം കുറഞ്ഞ ആൾക്കാർ, കേട്ടിട്ടില്ലേ? അപ്പൊ അവരും മനുഷ്യരല്ലേ? ഈ മനുഷ്യർക്കിടയിൽ വരുന്ന ഡൈവേഴ്സിറ്റി, ഒരൊറ്റ സ്പീഷീസിൽ വരുന്ന ഡൈവേഴ്സിറ്റി, അതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അല്ലെങ്കിൽ പോട്ടെ, ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇത്രയും ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള വേറൊരു സിനിമാ നടനില്ല. അറിയോ? മോഹൻലാൽ എന്ന് പറഞ്ഞൊരു സിനിമാ നടനുണ്ട്. അറിയില്ലേ അദ്ദേഹത്തെ? അദ്ദേഹത്തിന്റെ ഒരു വളരെ ഫേമസ് ആയ പരസ്യം ഉണ്ടല്ലോ, ഉയരം കൂടുന്തോറും, പോന്നോട്ടെ, ഉയരം കൂടുന്തോറും, ചാടി 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 പറഞ്ഞേ, ഉയരം കൂടുന്തോറും. അതും അറിയില്ലേ? അയ്യേ, ഇവിടെ മോഹൻലാലിന്റെ ഒരു പരസ്യം, ഉയരം കൂടുന്തോറും. ഇത് കമന്റ് ചെയ്ത് മോനെ അത് കമന്റ് ചെയ്യടാ. അത് അൺമ്യൂട്ട് ചെയ്യല്ലേ? അൺമ്യൂട്ട് ചെയ്താൽ എന്താ പ്രശ്നം? സാറ് പറഞ്ഞു തന്നിട്ടല്ലേ. ഒരു കുട്ടി പറഞ്ഞു കഴിയുമ്പോ ബാക്കി കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ള ഒരു മടി വരും. അതുകൊണ്ടാ ചായയുടെ സ്വാദ് കൂടും. ഈ സാധനം എന്ത് തന്നെയാണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി തന്നെയാണ്. കാരണം എന്താ? ഒരൊറ്റ ചെടി തന്നെ, പക്ഷെ പല പല സ്ഥലത്ത് നിൽക്കുമ്പോൾ പല പല ജീൻ എക്സ്പ്രഷൻസ്. ഇതിനെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുക. സ്പീഷീസുകൾ തമ്മിലുള്ള ഡൈവേഴ്സിറ്റിയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. നമുക്ക് ഏകദേശം 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഉണ്ട് ഇതുവരെ കണ്ടുപിടിച്ചത് കേട്ടോ. കണ്ടുപിടിക്കാനായിട്ട് കുറെ ഉണ്ട്, 9 മില്യണോളം വരെ. വി വിൽ കം ടു ദാറ്റ്, ഡോണ്ട് വറി.
എന്താണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി? പലതരത്തിലുള്ള എക്കോസിസ്റ്റംസിന്റെ ഡൈവേഴ്സിറ്റി. ഫോർ എക്സാമ്പിൾ ഡെസേർട്സ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, സീ ഉണ്ട്, ലേക്സ് ഉണ്ട്. ആ ഒരു സാധനമാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. നൗ മൂവിങ് ടു ദ എക്സാമ്പിൾസ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. സാർ ഇപ്പൊ പറഞ്ഞ സാധനം തന്നെ കണ്ടോ, ഡൈവേഴ്സിറ്റി അറ്റ് ജനറ്റിക് ലെവൽ. അതിനൊരു ഉദാഹരണമാണ് റാവോൾഫിയോ വൊമിറ്റോറിയ. ഈ റാവോൾഫിയോ വൊമിറ്റോറിയ ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മൾ ഇപ്പൊ അങ്ങനെ അധികം കൊടുക്കാറില്ല, എന്നാലും ഛർദിലിനും മറ്റും കൊടുത്തിരുന്ന റെസർപൈൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ എടുക്കുന്നത് ഈ റാവോൾഫിയോ വൊമിറ്റോറിയയിൽ നിന്നാണ്. ഐ റിപ്പീറ്റ്, റാവോൾഫിയോ വൊമിറ്റോറിയ ഈസ് വെരി ഇമ്പോർട്ടന്റ്. റെസർപൈൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന് നമ്മൾ എടുത്തിരുന്നത് ഈ റാവോൾഫിയോ വൊമിറ്റോറിയയിൽ നിന്നാണ്. ഇതിന്റെ പ്രത്യേകത സാർ ഇപ്പൊ പറഞ്ഞു, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദം കൂടും എന്ന് പറഞ്ഞതുപോലെ ഹൈറ്റ്സ് കൂടുന്തോറും, അതായത് ഹിമാലയയിൽ തന്നെയാണ് ഇത് കാണുക, ഹിമാലയയുടെ ഓൾട്ടിറ്റ്യൂഡ് കൂടി വരുന്തോറും അതിനകത്ത് കാണുന്ന റെസർപൈൻ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതായത് ഹിമാലയയുടെ ഫുഡ് ഹിൽസിൽ നിന്ന് എടുക്കുന്ന റാവോൾഫിയോ വൊമിറ്റോറിയയ്ക്ക് റെസർപൈൻ കണ്ടന്റ് കുറവുമായിരിക്കും. ടോപ്പ് ഹിൽസിൽ നിന്ന് എടുക്കുന്ന റാവോൾഫിയോ വൊമിറ്റോറിയയ്ക്ക് റെസർപൈൻ കണ്ടന്റ് കൂടുതലുമായിരിക്കും. ഇനി കമ്മിങ് ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇത് നന്നായി മനസ്സിലാക്കണം. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ വി ആർ ഹാവിംഗ് 50,000 different strains of rice and 1,000 different strains of mango. നമുക്ക് 50,000 വിവിധ തരത്തിലുള്ള റൈസ് ഉണ്ട്, 1000 തരത്തിലുള്ള മാംഗോ ഉണ്ട്. ഞാൻ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയാം, എന്നെ ശ്രദ്ധിച്ചിരുന്നാലേ അത് മനസ്സിലാവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് ക്രോപ്പിന്റെ വെറൈറ്റിയാന്ന് അറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് ക്രോപ്പിന്റെ വെറൈറ്റിയാന്ന് അറിയാമോ? റൈസിന്റെയാണ്. അല്ല, റൈസിന്റെയാണ്. ശ്രദ്ധിച്ചു കേട്ടെ, റൈസിന്റെയാണ്. ഇനി മാംഗോയുടെ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് കാണുന്നത് ഏത് രാജ്യത്താണ് എന്നറിയാമോ? അത് ഇന്ത്യയിലാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചിരുന്നാലേ പിടികിട്ടു. ഇന്ത്യയിൽ, അത് ഞാൻ ഇന്ത്യ എടുത്തു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് കാണുന്നത് ഏത് ക്രോപ്പിന്റെയാണ്? റൈസിന്റെയാണ്. ഇനി ഇന്ത്യ അല്ല റെഫറൻസ്, ഇനി റെഫറൻസ് മാംഗോയാണ്. മാമ്പഴം എല്ലാ രാജ്യങ്ങളിലും കാണും, അതിൽ തന്നെ ഏറ്റവും വെറൈറ്റീസ് ഓഫ് മാമ്പഴം കാണുന്നത് ഏത് രാജ്യത്താണ്? അത് ഇന്ത്യയിലാണ്. ഇത് രണ്ടും നന്നായി പിടികിട്ടിയോ? അവര് സ്റ്റേറ്റ്മെന്റ് വെച്ച് കളിക്കും. The crop that is being seen in most diversified in India is rice. The country in which the most number of varieties of mangoes is seen is India. Is that much okay? ഞാൻ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് വേഗം വേഗം കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? ശരി, ഗുഡ്. ഇതുപോലെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിലും സാർ ഈ പറഞ്ഞ പോലെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഓർക്കണം. ഒന്ന്, വെസ്റ്റേൺ ഗട്ട്സിലാണ് ഈസ്റ്റേൺ ഗട്ട്സിലേക്കാണ് ആംഫീബിയൻ സ്പീഷീസ് കൂടുതൽ. നോക്ക, വെസ്റ്റേൺ ഗട്ട്സിലാണ് സ്പീഷീസ് കൂടുതൽ എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ തീരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിച്ചു വന്നപ്പോൾ അറിയാമായിരിക്കും. അത് ഓക്കെയാണ്. പക്ഷെ ഇനി പറയുന്ന സാധനം കൺഫ്യൂസ്ഡ് ആവും. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഈസ്റ്റേൺ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസിലാണ് വെസ്റ്റേൺ ഹിമാലയാസിനേക്കാളും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ. ഐ റിപ്പീറ്റ്, ഈസ്റ്റേൺ ഹിമാലയാസിലാണ് വെസ്റ്റേൺ ഹിമാലയാസിനേക്കാളും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ. ഈസ് ദാറ്റ് അബ്സല്യൂട്ട്ലി ഫൈൻ? തിരിഞ്ഞു പോവല്ലേ? ഗട്ട്സ് എടുക്കുമ്പോൾ വെസ്റ്റേൺ ഗട്ട്സിലാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഗ്രേറ്റർ ദാൻ ഈസ്റ്റേൺ ഗട്ട്സ്. ഹിമാലയാസ് എടുക്കുമ്പോൾ ഈസ്റ്റേൺ ഹിമാലയാസ് ഈസ് ഹാവിംഗ് ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ദാൻ വെസ്റ്റേൺ ഹിമാലയാസ്. ഭംഗിയായി പഠിച്ചല്ലോ. ഒന്നും കൂടി, വെസ്റ്റേൺ ഗട്ട്സിലാണോ ഈസ്റ്റേൺ ഗട്ട്സിലാണോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ? കമന്റ് ചെയ്തേ. വെസ്റ്റേൺ ഗട്ട്സിലാണോ ഈസ്റ്റേൺ ഗട്ട്സിലാണോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ? ഏത് സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റിയാണ് കൂടുതൽ? വെരി ഗുഡ്, വെസ്റ്റേൺ ഗട്ട്സിലാണ്. ഏതാ പറയുന്നത്? അവിടെ പറയുന്നുണ്ടായിരുന്നല്ലോ, NCERT എടുത്തു പറയുന്നുണ്ട് ഏത് ഗ്രൂപ്പിന്റെ? ആംഫീബിയൻസിന്റെ. റൈറ്റ്. ഇനി ഈസ്റ്റേൺ ഹിമാലയാസിലാണോ വെസ്റ്റേൺ ഹിമാലയാസിലാണോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതൽ? ഈസ്റ്റേൺ ഹിമാലയാസിലാണ്. സോ ലെറ്റ് മീ പ്രൊസീഡ്. അടുത്തത്
ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അത് വേറൊന്നും തന്നെ പറയാറില്ല. നമുക്കുള്ള ഡെസേർട്സും റെയിൻ ഫോറസ്റ്റും മാൻഗ്രൂവ്സും കോറൽ റീഫ്സും വെറ്റ്ലാൻഡ്സും ബ്ലാ 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 ബ്ലാ. നമ്മുടെ NCERT വരുന്നത് 2007 അതുകൊണ്ട് 2004 വരെയുള്ള കണക്ക് മാത്രമേ NCERT ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ശരിക്കും 2011 ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 2011 റിവ്യൂ നമ്മൾ ബോധർ ചെയ്യണ്ട, കാരണം നമ്മുടെ സിലബസിൽ ഇല്ല. സിലബസിൽ ഇല്ലാത്ത കാര്യം ഇനി നമ്മൾ പഠിച്ച് ചുമ്മാ എന്തിനാ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. വി ഹാവ് ടു ജസ്റ്റ് മൂവ് ഓൺ ത്രൂ വാട്ട് ഈസ് ബീയിങ് ഹിയർ ഇൻ NCERT. IUCN ന്റെ ഫുൾ ഫോം ആർക്ക് പറയാം? IUCN ന്റെ ഫുൾ ഫോം ആർക്ക് പറയാം? ഒന്ന് കമന്റ് ചെയ്തേ. എത്ര പേരെ പറയുന്നത് നോക്കട്ടെ. ലെറ്റ് മീ സീ ഹൗ മെനി ഓഫ് യു പീപ്പിൾ ആർ ഗോയിങ് ടു ടെൽ മീ ദ ഫുൾ ഫോം ഓഫ് IUCN. IUCN ന്റെ ഫുൾ ഫോം പറയൂ. IUCN. ചുമ്മാ ഒരു പരീക്ഷണം നടത്തൂ. തെറ്റുന്ന തെറ്റിക്കോട്ടെ, നോ ഇഷ്യൂസ്. Can do a try, right? IUCN. I'm waiting. Sir, wait ചെയ്യാണ്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ടിനോ ഗേൾ ഫ്രണ്ടിനോ മെസ്സേജ് അയക്കുന്നതായിരുന്നെങ്കിൽ 2 സെക്കൻഡിൽ തീർന്നേനെ. ഞാനൊരു IUCN ഫുൾ ഫോം ചോദിച്ചപ്പോ 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ചേട്ടാ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അനുക്കുട്ടി മാത്രമേ കമന്റ് ചെയ്തോളൂ, വേറെ ആർക്കും ഒന്നും മിണ്ടാനില്ല. ബാക്കി കുഞ്ഞുങ്ങൾക്കൊന്നും മിണ്ടാനില്ല. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ. എനിക്കറിയാം നിങ്ങൾ ഇതേ പറയൂന്ന്. നോക്കൂ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വരെ ഓക്കെയാണ്. പക്ഷെ അതിന്റെ ബാക്കി ആരും എഴുതി കാണാറില്ല. ബാക്കി കൂടി ഉണ്ട്. ആൻഡ് നേച്ചുറൽ റിസോഴ്സസ് എന്നുകൂടിയുണ്ട്. മിടുക്കി ലിയ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദിസ് വാസ് ആക്ച്വലി പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അതിനകത്ത് എല്ലാവരും ഏത് വിട്ടുപോകും? ഈ നേച്ചുറൽ റിസോഴ്സസ് വിട്ടുപോകും. ബിക്കോസ് ഈ നേച്ചർ വരെയായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് നേച്ചുറൽ റിസോഴ്സസ് ലാസ്റ്റ് ഓപ്ഷനിലേക്ക് കാണും. ഈ ഫസ്റ്റ് ഓപ്ഷനിൽ നേച്ചർ കാണുമ്പോൾ അത് തന്നെ ആദ്യം പോയി ഒന്ന് കുത്തും. അത് കഴിഞ്ഞിട്ടാണ് ഏതിലേക്കുള്ള പ്രശ്നം വരിക? ഞാൻ ഈ പറഞ്ഞ നേച്ചുറൽ റിസോഴ്സസിന്റെ പ്രശ്നം വരിക. എന്നുപോയി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. റോബർട്ട് മെയ്ഡ് ഗ്ലോബൽ എസ്റ്റിമേറ്റ് ഏകദേശം 7 മില്യൺ സ്പീഷീസ് ഉണ്ട് എന്നാണ് റോബർട്ട് മെയ് എന്ന് പറഞ്ഞാൽ IUCN ഡയറക്ടർ ആയിരുന്നു. ആ സമയത്ത് റിസർച്ച് ചെയ്യുന്ന ഫെല്ലോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ എസ്റ്റിമേഷൻ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എത്ര മില്യൺ ആണെന്നാണ് പറഞ്ഞത്? മോർ ദാൻ 1.5 മില്യൺ. നമ്മൾ ഓൾറെഡി ലിവിംഗ് വേൾഡിൽ അത് സംസാരിച്ചു കഴിഞ്ഞു. 1.7 to 1.8 മില്യൺ ആണ് ഇതുവരെ കണ്ടുപിടിച്ചത്. ഇത് നമ്മുടെ +1 ലിവിംഗ് വേൾഡിൽ പഠിച്ചതാണ്. ഒന്നും കൂടി, 1.7 to 1.8 മില്യൺ ആണ് ഇതുവരെ നമ്മൾ ആകെ കണ്ടുപിടിച്ചത്. ഓൾ അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് മോർ ദാൻ 1.5 മില്യൺസ്. 1.5 മില്യൺസിനേക്കാളും അല്ലെങ്കിൽ ഒരു 1.5 മില്യൺ ഏകദേശം അതാണ് ഇതുവരെ ഡിസ്കവർ ചെയ്തത്. പക്ഷെ റോബർട്ട് മെയ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ആകെ എത്ര ഉണ്ട് എന്നാണ് കണക്ക്? ഏകദേശം 7 മില്യൺ ഉണ്ട് എന്നാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ആകെയുള്ള ഓർഗാനിസംസിന്റെ വെറും 22% മാത്രമേ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ളൂ. ഒന്നുകൂടി, ഇതുവരെ ഏകദേശം എത്ര ഓർഗാനിസംസ് നമ്മൾ ഡിസ്കവർ ചെയ്തു അല്ലെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു? 1.7 to 1.8. ആകെ എത്ര ഓർഗാനിസംസ് ഉണ്ട് എന്നാണ് എസ്റ്റിമേഷൻ? 7 മില്യൺ. ആരുടെ എസ്റ്റിമേഷൻ? റോബർട്ട് മെയ്ഡ് എസ്റ്റിമേഷൻ. ഈ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞത് ഏത് കണക്ക് വെച്ചിട്ടാണ്? IUCN 2004. ഇത് ഓരോ വാക്കും ചോദിക്കും, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പെറുക്കി വീണ്ടും പറയണേ. അതിനർത്ഥം ഇന്ന് നമ്മൾ ആകെ എത്ര ശതമാനം ജീവജാലങ്ങളെ കണ്ടുപിടിച്ചിട്ടുള്ളൂ? 22% ജീവജാലങ്ങളെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ആ കണ്ടുപിടിച്ചതിൽ തന്നെ 70% കൂടുതൽ ആനിമൽസ് ആണ്. 22% ആരൊക്കെ ചേരുന്നതാ? പ്ലാന്റ്സും ഫംഗൈയും ചേരുന്നതാണ്. ഐ റിപ്പീറ്റ്, മോർ ദാൻ 70% ആർ ആനിമൽസ്. അതിൽ തന്നെ 70% കൂടുതൽ എന്ന് പറയുന്നത് ആനിമൽസ് ആണ്. പ്ലാന്റേയും ഫംഗൈയും കൂടി ചേരുന്നതാണ് 22%, 22%, റൈറ്റ്? ഇനി ആനിമൽസിലെ തന്നെ 70% ഇൻസെക്ട്സ് ആണ്. അപ്പൊ ആകെ ഡിസ്കവർ ചെയ്തതിൽ 70% ആനിമൽസ് ആണ്. ആ ആനിമൽസിൽ തന്നെ 70% ഇൻസെക്ട്സ് ആണ്. ഇനി പ്ലാന്റ്സും ഫംഗയും കൂടി ചേർന്ന് എത്ര വരും? 22% വരും. അതെന്താ ഈ പ്ലാന്റേയും ഫംഗയും ഒരുമിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്ക് കാരണം മനസ്സിലായില്ലേ? കാരണം മുമ്പ് നമ്മൾ ഈ ഫംഗസിനെ കൂടി കിങ്ഡം പ്ലാന്റയിലാണല്ലോ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതുപോലെയാണ്. എടോ, ന്യൂറോസ്പോറയുടെ വട്ടപ്പേര് പറയൂ. ന്യൂറോസ്പോറയുടെ വട്ടപ്പേര് പറയൂ. വട്ടപ്പേര് കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊരു പേര്. ന്യൂറോസ്പോറ ഈസ് നോൺ ആസ് ദി ഡാഷ് ഓഫ് ഡാഷ്. പറഞ്ഞു. ഐ ആം വെയിറ്റിംഗ്.
ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞോ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞോ? യെസ്. അപ്പൊ പിന്നെ പറയാലോ, ന്യൂറോസ്പോറോ ഈസ് നോൺ ആസ് ദ ഡ്രോസോഫില ഓഫ് പ്ലാന്റ് കിങ്ഡം. ന്യൂറോസ്പോറോ ഈസ് നോൺ ആസ് ദ ഡ്രോസോഫില ഓഫ് പ്ലാന്റ് കിങ്ഡം. ഇതാണ് എന്റെ പോയിന്റ്. ന്യൂറോസ്പോറോ ശരിക്കും ആരിൽ വരുന്നതാ? ആസ്കോമൈസീറ്റിൽ വരുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് പ്ലാന്റ് കിങ്ഡത്തിന്റെ ഡ്രോസോഫില എന്നറിയപ്പെടാൻ കാരണം? ബിക്കോസ് earlier the fungi has been placed under kingdom plantae. പണ്ട് ഈ ഫംഗൈ കണ്ടിരുന്നത് കിങ്ഡം പ്ലാന്റയിലാണ്, അന്നേ ഇട്ട് വന്ന പേരാണ്. ഇതാണ് റീസൺ. ശരി, അടുത്ത പോയിന്റ്. ഇത് ഓരോ സെന്റൻസും ഇമ്പോർട്ടന്റ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗൈ സ്പീഷീസ് എന്ന് പറയുന്നത് ഫാമിനേക്കാൾ കൂടുതലാണ്. അതങ്ങനെ ഓർത്താൽ മതി, എളുപ്പമാണ്. നമ്മൾ സാധാരണ കൂണ് വളർത്തുന്നത് കൂണ് ഫാമിലല്ലേ? കൂണ് വളർത്തുന്നത് കൂണ് ഫാമിലല്ലേ? ഒരു ഫാമിൽ തന്നെ കുറെ കൂണ് വളർത്താൻ പറ്റുമല്ലോ. അപ്പോ കൂണിന്റെ എണ്ണം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആ ഫാമിന്റെ എണ്ണത്തെക്കാൾ കൂടുതലായിരിക്കും. കാരണം ഫാം ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് എന്തോരം കൂണുകളാ. ഫംഗൈയുടെ എണ്ണം എന്ന് പറയുന്നത് FARM, ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ് ആൻഡ് മാമൽസ്. മാമൽസിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും. ദ നമ്പർ ഓഫ് ഫംഗൈ സ്പീഷീസ് ഈസ് ക്വൈറ്റ് മോർ ഗ്രേറ്റർ ദാൻ ദി കമ്പൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ് ആൻഡ് മാമൽസ്. കഴിഞ്ഞില്ലേ? അടുത്ത പോയിന്റ്. നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേഷൻസിൽ ഒന്നിലും തന്നെ നമ്മൾ പ്രോകാരിയോട്സിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനമായിട്ടും രണ്ട് റീസൺസ് ആണ്. ഒന്ന്, ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടാക്സോണമിക്കൽ മെത്തേഡ്സും പ്രോകാരിയോട്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ച കുഞ്ഞുങ്ങളെ, പ്രോകാരിയോട്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഞാനിപ്പോ ഒരു കൾച്ചർ പ്ലേറ്റ് എടുക്കുന്നു. ആ കൾച്ചർ പ്ലേറ്റിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇവരെ എണ്ണി തിട്ടപ്പെടുത്തി തന്നെ വരിക എന്നിരിക്കട്ടെ, അപ്പുറത്തെ ഭാഗം ആകുമ്പോഴേക്കും ഇത് ഒരു 10 തവണ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല, വേരിയേഷൻസ് വരാൻ എന്തൊരു സാധ്യതയാണ്. ഇവർക്ക് എപ്പോഴാണ് സ്പീഷീഷൻ നടക്കുക എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ. ഇപ്പൊ തന്നെ വൈറസിന്റെ കാര്യം നിങ്ങളൊന്ന് എടുത്തു നോക്കി. ഓരോ സ്ട്രെയിൻസും ഓരോ ദിവസമൊക്കെ വെച്ചാൽ വരുന്നത്. കാരണം ലൈഫ് സ്പാൻ വളരെ കുറവായതുകൊണ്ട്. വൈറസ് ജീവനുള്ളത് എന്നല്ല എന്റെ വാദം, ഞാൻ മൈക്രോ ഓർഗാനിസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതാണ്. ലൈഫ് സ്പാൻ വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് സ്പീഷിയേഷൻ വളരെ പെട്ടെന്ന് നടക്കും. റൈറ്റ്. അടുത്ത സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോവുകയാണ്. ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. എഗെയിൻ, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസിൽ ഒന്നാണ്. ലോകത്ത് ആകെ 2.4% വേൾഡിലെ ലാൻഡ് ഏരിയ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ വെറും 2.4% കവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ 2.4% ലാൻഡ് ഏരിയയിൽ നിന്ന് മാത്രം 8.1% സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ്. ഒന്ന്, ലോകത്താകമാനമുള്ള 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസിൽ ഒരെണ്ണമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ലാൻഡ് ഏരിയ കവറേജ് വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ വെറും 2.4% ഉള്ളൂ. പക്ഷെ ആ 2.4%ൽ നിന്നും എത്ര ശതമാനം ബയോഡൈവേഴ്സിറ്റി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? 8.1% ഓഫ് ബയോഡൈവേഴ്സിറ്റി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചതനുസരിച്ച് ഇന്ത്യയിൽ 45,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും ഏകദേശം അതിന്റെ ഇരട്ടി, അതായത് 90,000 സ്പീഷീസ് ഓഫ് ആനിമൽസും ഉണ്ട്. ഇതുവരെ കണ്ടുപിടിച്ചതനുസരിച്ച് ഇന്ത്യയിൽ 45,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും ഏകദേശം 90,000 സ്പീഷീസ് ഓഫ് ആനിമൽസും ഉണ്ട്. അപ്പൊ നമ്മുടെ മെയ്യുടെ ഗ്ലോബൽ എസ്റ്റിമേറ്റ് നടത്തുകയാണെങ്കിൽ ഇനി കണ്ടുപിടിക്കാനുള്ളത് ഏകദേശം 1 ലക്ഷം സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും 3 ലക്ഷം സ്പീഷീസ് ഓഫ് ആനിമൽസും ആണ്. ഇത് ഇനി കണ്ടുപിടിക്കാനുള്ളതാണ് കേട്ടോ. ഇനി കണ്ടുപിടിക്കാനുള്ളത് 1 ലക്ഷം സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞാൽ, അപ്പോ റോബർട്ട് മെയ്ഡ് എസ്റ്റിമേഷൻ അനുസരിച്ച് ആകെ ഇന്ത്യയിലുള്ള പ്ലാന്റ്സിന്റെ എണ്ണം 1,45,000. ആകെ ഇന്ത്യയിലുള്ള ആനിമൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് 3,90,000, 3,90,000. ഇതിൽ തന്നെ 90,000 animals have been already discovered. 3 lakh is in being pending. 45,000 plants have been already described or discovered. 1 lakh is being pending. സമ്മതിച്ചു? ഈ കണക്കുകളൊക്കെ അറിയണം.
ഇനി ഇത് നമ്മളിപ്പോ ആദ്യം വേൾഡ് എസ്റ്റിമേഷൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ത്യയുടെ എസ്റ്റിമേഷനിലേക്ക് വന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലുണ്ടോ എല്ലാവരുടെയും? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടോ? സേ യെസ് ഓർ നോ. ഞാൻ ഇത്രയൊന്ന് ചോദിക്കാം. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇടുന്നേ. സാർ ചോദിക്കുന്ന ചാടി 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 ആൻസർ പറഞ്ഞേ. IUCN 2004 പ്രകാരം നമ്മൾ ഇതുവരെ എത്ര ഓർഗാനിസംസിനെ ഡിസ്ക്രൈബ് ചെയ്തു? എന്ന് കമന്റ് ചെയ്യല്ലേ. 1.5 മില്യൺ ആണോ, ബില്യൺ ആണോ, ലാക്സ് ആണോ, 1000 ആണോ? 1.5 മില്യൺ. ശരി. ഈ എസ്റ്റിമേഷൻ നടത്തിയ വ്യക്തിയുടെ പേര് ഒരു വ്യക്തി മാത്രമല്ല കേട്ടോ, അത് ആക്ച്വലി ഒരു ടീമായിരുന്നു. അതിന്റെ ഹെഡിന്റെ പേര് എല്ലാവരും റോബർട്ട് മെയ്. റോബർട്ട് മെയ്യുടെ എസ്റ്റിമേറ്റ് പ്രകാരം ലോകത്ത് ആകമാനം എത്ര സ്പീഷീസ് കാണണം? 7 മില്യൺ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ, റോബർട്ട് മെയ് എങ്ങനെയായിരിക്കും ഇത് എസ്റ്റിമേറ്റ് ചെയ്യുക? സ്വാഭാവികമായി നിങ്ങൾക്കൊരു സംശയം വരില്ലേ? ഓൾറെഡി കണ്ട സ്പീഷീസിനെ കണ്ടത് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ കാണാത്ത കൂട്ടർ ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെയായിരിക്കും റോബർട്ട് മെയ് പ്രെഡിക്റ്റ് ചെയ്യുക? ചുമ്മാ അങ്ങ് തള്ളിയതാണോ? എന്തായിരിക്കും അതിന്റെ ബേസിസ്? വാട്ട് വിൽ ബി ദ ബേസിസ് ഓഫ് ഹിസ് എസ്റ്റിമേഷൻ? Tell me fast. What will be the basis of his estimation? നോക്ക്, DNA സ്റ്റഡീസ് ആണ്, ജനറ്റിക് സ്റ്റഡീസ് ആണ്. നമുക്കിന്ന് DNA ഫിംഗർ പ്രിന്റിംഗ് ഇല്ലേ കുഞ്ഞുങ്ങളെ? DNA ഫിംഗർ പ്രിന്റിംഗ് വെച്ചുകൊണ്ട് യു ക്യാൻ ഡു ദി സ്റ്റഡീസ്. അതാണ് അതിന്റെ ബേസിസ്. ബേസ്ഡ് ഓൺ ദ DNA ഫിംഗർ പ്രിന്റിംഗ് സ്റ്റഡീസ്. എനിവേ, എത്ര അനിമൽസിനെയാണ് ഇതുവരെ എസ്റ്റിമേറ്റ് ചെയ്തത്? അപ്പൊ 7 മില്യൺ ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് ആകെ എത്ര ശതമാനം സ്പീഷീസ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്? ടെൽ മീ. ഇൻ ടോട്ടൽ ഹൗ മെനി പെർസെന്റേജ് ഓഫ് സ്പീഷീസ് ഹാവ് ബീൻ ഡിസ്കവർഡ്? അപ്പൊ ആകെയുള്ളതിൽ വെറും 22% സ്പീഷീസിനെ മാത്രമേ ഡിസ്കവർ ചെയ്തിട്ടുള്ളൂ. വെരി ഗുഡ്. ആ 22% സ്പീഷീസിൽ തന്നെ, ആ സ്പീഷീസിൽ തന്നെ എത്ര ശതമാനമാണ് ആനിമൽസ്? ഡിസ്കവർ ചെയ്ത 22%-ൽ തന്നെ എത്ര ശതമാനമാണ് ആനിമൽസ്? എത്ര ശതമാനമാണ്? ഡാഷ് പ്ലസ് ഡാഷ്. ഞാൻ പറയുന്നില്ല അത്. അടുത്ത എന്താ നിങ്ങൾക്കറിയാലോ. ഡാഷ് പ്ലസ് ഡാഷ് എത്ര പെർസെന്റ് ആണ്? 22% ആണ്. എന്തൊക്കെ ചേരുന്നതാന്ന് കൂടി പറ. പ്ലാന്റ്സ് പ്ലസ് ഫംഗൈ. ഓക്കെ. ഇനി ആനിമൽസ് 70% ആണെന്ന് പറഞ്ഞല്ലോ. ആ ആനിമൽസിൽ തന്നെ ബാക്കി 70% ആരാണ്? ഇൻസെക്റ്റുകളാണ്. Number of fungi species is actually greater than the combined number of dash. Number of fungi species.
അടുത്തതിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ കാര്യം ചോദിക്കാം. എത്ര മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് ഉള്ളത് ലോകത്ത്? ലോകത്ത് 12. ഇന്ത്യയുടെ ലാൻഡ് ഏരിയ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഇന്ത്യയുടെ ലാൻഡ് ഏരിയ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 2.4%. അതിലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂഷൻ എത്രയാണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂഷൻ എത്രയാണ്? 8.1%. ഇന്ത്യയിൽ എത്രമാത്രം പ്ലാന്റ്സിനെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്? 45,000. എത്ര ആനിമൽസിനെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്? അപ്പൊ മെയ്ഡ് ഗ്ലോബൽ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഇന്ത്യയിൽ ആകെ എത്ര പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? ചോദ്യം നന്നായി കേട്ടിട്ട് പറയണം. റോബർട്ട് മെയ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ഇന്ത്യയിൽ ആകെ എത്ര പ്ലാന്റ്സ് ആയിരിക്കും ഉള്ളത്? ആകെ. വെരി ഗുഡ്. മുന്ന question കേക്ക്. I asked you the total number of plants. Means you have to tell me the already discovered one plus yet to be discovered ones. So it is going to be 1,45,000. Great. റോബർട്ട് മെയ്ഡ് എസ്റ്റിമേഷൻ അനുസരിച്ച് ഇന്ത്യയിൽ ആകെ എത്ര ആനിമൽ സ്പീഷീസ് ആയിരിക്കും ഉള്ളത്? റോബർട്ട് മെയ്ഡ് എസ്റ്റിമേഷൻ അനുസരിച്ച് ഇന്ത്യയിൽ ആകെ എത്ര ആനിമൽ സ്പീഷീസ് ആയിരിക്കും ഉള്ളത്? 3,90,000. അപ്പൊ എത്ര പ്ലാന്റ് സ്പീഷീസ് അതിന് ഡിസ്കവർ? ലിയക്കുട്ടി ഇപ്പൊ പറഞ്ഞു. ഇടി ശ്രദ്ധിച്ച് കേൾക്ക. അപ്പൊ ഇനി എത്ര പ്ലാന്റ് സ്പീഷീസ് ആയിരിക്കും? ശരി കേട്ടോ. അപ്പൊ ഇനി എത്ര പ്ലാന്റ് സ്പീഷീസ് ആയിരിക്കും ശരിക്കും ഡിസ്കവർ ചെയ്യാനുള്ളത്? 1 lakh. എത്ര ആനിമൽ സ്പീഷീസ് ആയിരിക്കും ഡിസ്കവർ ചെയ്യാനുള്ളത്? 3 lakh. നോക്കൂ, ബയോഡൈവേഴ്സിറ്റി മാറുന്നതിന് റീസൺസ് എന്തൊക്കെ? പ്രധാനമായിട്ട് 2 റീസൺസ് ആണ്. അതിലൊന്ന് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. ലാറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് മാറും. ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാന്ന് നിങ്ങൾക്കറിയാലോ. ഒത്ത നടുക്ക് വരുന്നത് ഇക്വേറ്റർ, 23.5 ഡിഗ്രി നോർത്തിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, സൗത്തിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, പിന്നെ 60 ഡിഗ്രിയിൽ നോർത്ത് പോളും സൗത്ത് പോളും. അത് തന്നെ അറിയാം. ട്രോപ്പിക്സിന് ഇടയിൽ വരുന്ന റീജിയൻ ട്രോപ്പിക്കൽ റീജിയൻ ആണ്. പിന്നെ ട്രോപ്പിക് ഓഫ്, അതായത് ട്രോപ്പിക്കിനും പോളിനും ഇടയിൽ വരുന്നത് ടെമ്പറേറ്റ് റീജിയൻ, പിന്നെ വരുന്നത് പോളാർ റീജിയൻ. അതറിയാലോ അല്ലേ? ഇവിടെ സൂര്യപ്രകാശം ഏറെക്കുറെ സെയിം ആയി കിട്ടുന്നത് എവിടെയാണ്? ട്രോപ്പിക്കൽ റീജിയനിലാണോ ടെമ്പറേറ്റ് റീജിയനിലാണോ? എവിടെയാണ് മോർ ഓർ ലെസ് ദ സെയിം സൺലൈറ്റ് വരുന്നത്? ഇതാണ് ട്രോപ്പിക്കൽ. ഏത് റീജിയനിലാണ് സൂര്യപ്രകാശം ഏകദേശം സെയിം വരുന്നത്? ഇത് ടെമ്പറേറ്റ്. ട്രോപ്പിക്കലിലാണോ ടെമ്പറേറ്റിലാണോ അതോ പോളാറിലാണോ മോർ ഓർ ലെസ് സെയിം സൺലൈറ്റ് വരുന്നത്? കമന്റ് ചെയ്തോ. ട്രോപ്പിക്കൽ റീജിയനിലാണ് അല്ലെ, ഈ നടുക്ക് കാണുന്ന ഭാഗത്ത്, ഇക്വേറ്ററിനടുത്തുള്ള ഭാഗത്ത്. അപ്പൊ അതിന്റെ ഗുണം എന്താ? സ്റ്റീനോ ആയിട്ടുള്ള ഓർഗാനിസംസിന്, ഹാലോ ആയിട്ടുള്ള ഓർഗാനിസംസിന്. കാരണം ക്ലൈമറ്റിന് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പൊ ഏത് തരത്തിലുള്ള ഓർഗാനിസംസിന് വേണമെങ്കിലും അവിടെ ജീവിക്കാൻ പറ്റും. അതേസമയം ടെമ്പറേറ്റ് റീജിയനിലേക്ക് പോയാൽ അങ്ങനെയല്ല. അവിടെ ഭയങ്കര ക്ലൈമാറ്റിക് ചേഞ്ച് ആണ്. അതായത് തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പും ചൂട് കാലത്ത് ഭയങ്കര ചൂടും, അങ്ങനെ വല്ലാത്ത വ്യത്യാസമാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ അവിടെ എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. അതായത് സ്റ്റീനോ ഓർഗാനിസംസിനൊന്നും ജീവിക്കാൻ പറ്റില്ല. യൂറി ഓർഗാനിസംസിന് മാത്രമാണ് ജീവിക്കാൻ പറ്റുക. സ്റ്റീനോ എന്താ, യൂറി എന്താന്നൊക്കെ നിങ്ങൾ OP-യിൽ പഠിച്ചില്ലേ? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് കഴിഞ്ഞോ? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകും തോറും ബയോഡൈവേഴ്സിറ്റിക്ക് എന്താ സംഭവിക്കുക? ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുമോ കൂടി വരുമോ? പറഞ്ഞേ. when you move from equator to poles, അവിടെ കമന്റ് ബോക്സിൽ ഇരുന്നോ. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുമോ കൂടി വരുമോ? കുറഞ്ഞു വരുമോ? അടുത്ത കണക്ക് പറയാൻ പോവാണ്. കൊളംബിയ ഇക്വേറ്ററിനടുത്ത് കാണുന്ന സ്ഥലമാണ്. അവിടെ 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഇന്ത്യയിൽ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ് ആണ്. 1200-നേക്കാൾ കൂടുതൽ സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ന്യൂയോർക്ക് ഈസ് 41 ഡിഗ്രി നോർത്ത്, 105 സ്പീഷീസ് ഓഫ് ബേർഡ്സ്, ആൻഡ് ഗ്രീൻലാൻഡ് ഈസ് 71 ഡിഗ്രി നോർത്ത്, 56 സ്പീഷീസ് ഓഫ് ബേർഡ്സ്. ഇത് അറിഞ്ഞേ പറ്റും. കൊളംബിയയിൽ 1400, ന്യൂയോർക്കിൽ 105, ഗ്രീൻലാൻഡിൽ 56. കൊളംബിയ 1400, it's near the equator. New York is 41 degree north, it's having 105 species of birds, and Greenland
71 degree north, it's having 56 species of birds. ഇത് ഓർക്കാൻ ഒരു വിദ്യ പറയാം. CNG ഡിക്രീസിങ് ഓർഡർ എന്ന് ഓർത്താൽ മതി. CNG ആണ് ഡിക്രീസിങ് ഓർഡർ. ഗ്യാസ് ഉപയോഗിക്കുന്നവരും ഗ്യാസ് കുറഞ്ഞു കുറഞ്ഞല്ലേ വരിക. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ആ ഒരു ഓർഡർ ഓർത്താൽ മതി. മാച്ച് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. കൊളംബിയ, ന്യൂയോർക്ക് ആൻഡ് ഗ്രീൻലാൻഡ്. ആ എണ്ണം അങ്ങനെ സ്പെസിഫിക്കലി സാധാരണ ചോദിക്കാറില്ല, ഒരെണ്ണം മാത്രമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്ന പരുവത്തിലേ സാധാരണ ചോദിക്കാറുള്ളൂ. കാരണം അതിനോ നീറ്റ് എഴുതാൻ പോകുന്ന ഒരു കുട്ടിക്ക് ന്യൂയോർക്കിൽ എത്ര തരം പക്ഷികളുണ്ട് എന്ന് അറിയുന്നതൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ചില സമയത്ത് ചോദ്യം ഇടുന്ന മഹത് വ്യക്തികൾ അത് മറന്നുപോകും. അറിയാലോ, കഴിഞ്ഞ വർഷത്തെ നിലവാരം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ബയോളജിയുടെ ആയിരുന്നു. മൾട്ടി കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബയോളജിയിൽ നിന്ന് മാത്രമാണ്. വേറെ എല്ലാത്തിലും ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒന്നുകൂടി, കൊളംബിയ ഇക്വേറ്ററിന് അടുത്താണ് കാണുന്നത്. ഇക്വേറ്ററിന് അടുത്താണ്. അവിടെ എത്ര സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്? കൊളംബിയയിൽ എത്ര സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്? വേഗം പറഞ്ഞേ, പറഞ്ഞോ, കമന്റിക്കോ. 1400. ഇന്ത്യയിൽ എത്ര സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്? ഇന്ത്യയിൽ എത്ര സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്? 1200. ഗ്രേറ്റർ ദാൻ 1200. ന്യൂയോർക്കിന്റെ ലാറ്റിറ്റ്യൂഡ് എത്രയാ? ന്യൂയോർക്കിന്റെ ലാറ്റിറ്റ്യൂഡ് മുഹമ്മദ് ഒരു മുട്ട കൂടി പോയിട്ടാ 41 ഡിഗ്രി നോർത്തോ സൗത്തോ? നോർത്ത്. എത്ര സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്? 105. ഗ്രീൻലാൻഡിന്റെ ലാറ്റിറ്റ്യൂഡ് പറയൂ. ഡിഗ്രി ഡിഗ്രി നോർത്ത്. എത്ര സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്? 56. ഇതുപോലെ അടുത്തത് അറിയേണ്ടത്, ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റീജിയനും ഒരു ടെമ്പറേറ്റ് ഫോറസ്റ്റ് റീജിയനും എടുത്താൽ, in the same area you can see that the tropical forest region will be having 10 times the tree density as compared to the temperate region. അതായത് ഒരു ട്രോപ്പിക്കൽ റീജിയനും ടെമ്പറേറ്റ് റീജിയനും പരസ്പരം കമ്പയർ ചെയ്യാൻ എടുക്കുന്നിരിക്കട്ടെ. ട്രോപ്പിക്കൽ റീജിയനിൽ ടെമ്പറേറ്റ് റീജിയനിൽ കാണുന്നതിന്റെ 10 ഇരട്ടി മരങ്ങൾ കാണും. ഒന്നുകൂടി, ട്രോപ്പിക്കൽ റീജിയനും ടെമ്പറേറ്റ് റീജിയനും എടുത്തു എന്നിരിക്കട്ടെ. ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ കാണുന്ന, അതായത് യു ആർ ടേക്കിംഗ് ദ സെയിം ഏരിയ, അപ്പോ ടെമ്പറേറ്റ് ഫോറസ്റ്റിലെ അതേ ഏരിയയിൽ കാണുന്നതിനേക്കാളും 10 ഇരട്ടി ഡെൻസിറ്റിയിൽ മരങ്ങൾ എവിടെ കാണും? ട്രോപ്പിക്കൽ റീജിയനിൽ കാണും. ഇനി ഇക്വേഷൻസ് നോക്കണം. ട്രോപ്പിക്കൽ റീജിയൻ എക്സാമ്പിൾ ഇക്വഡോറും, ടെമ്പറേറ്റിന് ഉദാഹരണം മിഡ് വെസ്റ്റ് ഓഫ് USA. അത് ഓർക്കും, ട്രോപ്പിക്കൽ ഇക്വേറ്ററിന് അടുത്താണല്ലോ. അപ്പൊ ഇക്വേറ്ററിന് അടുത്ത് തന്നെ ഓർത്താൽ മതി. അപ്പൊ ഇക്വഡോർ ഈസ് നിയർ ബൈ ദ ഇക്വേറ്റർ. സോ ട്രോപ്പിക്കലിൽ കാണുന്നത് ഇക്വഡോർ ആണ്. ടെമ്പറേറ്റ് റീജിയൻ ഫോറസ്റ്റിന്റെ എക്സാമ്പിൾ ഫോറസ്റ്റ് ഇൻ മിഡ് വെസ്റ്റ് ഓഫ് USA. കാണാതെ പഠിക്കുക, വേറൊന്നും ചെയ്യാനില്ല. ഈ ചാപ്റ്റർ മുഴുവൻ ഇങ്ങനെയാണ്. നിങ്ങളെ ഇങ്ങനെ കുറെ കണക്കുകൾ കാണാതെ പഠിപ്പിക്കും. അയ്യോ, അടുത്തതാണ് അടുത്ത കഥ. സൗത്ത് അമേരിക്കയിൽ കാണുന്ന ആമസോണിയൻ ഫോറസ്റ്റിലെ ബയോഡൈവേഴ്സിറ്റി. ഇതൊക്കെ എന്തിനാ സർ ഞങ്ങൾ ഓർക്കുന്നത്? ഞങ്ങൾ ഓർക്കുന്നതിന്റെ വല്ല ആവശ്യമുണ്ടോ? മക്കളെ, ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഞാൻ നുണ പറയുന്നതല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾക്കറിയാം. ഈ സാധനം ഇതുപോലെ ഒരു നാണോ ഇല്ലാതെ ഇവര് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടിടും. ആ സമയത്ത് നമ്മൾ പ്രശ്നത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ ചാടി ചാടി പഠിപ്പിക്കുന്നത്. റൈറ്റ്? നോക്കാം, കാണാതെ പഠിക്കണം, നിവൃത്തിയില്ല. ഒന്ന്, നിങ്ങൾക്കറിയാലോ, ആമസോണിയൻ ഫോറസ്റ്റ് സൗത്ത് അമേരിക്കയിൽ ആണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ്. അതുപോലെ ഇതാണ് ലങ്സ് ഓഫ് നേച്ചർ എന്നറിയപ്പെടുന്നത്. പല സ്ഥലത്തും മനുഷ്യൻ കയറി പറ്റിയിട്ടില്ല. അപ്പോ അൺഎക്സ്പ്ലോർഡ് ഫോറസ്റ്റ് ആണ് പല സ്ഥലവും. NCERT ഒരു ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ടേം ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ ഒരു വൃത്തികെട്ട ടേം ആയതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. എന്നാലും പറയാൻ വേണ്ടി മാത്രം പറയാം. പണ്ട് ഇതുപോലെയുള്ള കാടുകളെയൊക്കെ വിളിച്ചിരുന്നത് വിർജിൻ ഫോറസ്റ്റ് എന്നാണ്. മഹാമോശം. വിർജിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ കയറാത്ത കാട് എന്നാണ് അർത്ഥം. എത്രമാത്രം ഒരു മോശം പദപ്രയോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതേ വിർജിൻ എന്ന വാക്കുകൊണ്ട് ഇതുവരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഒരു പെൺകുട്ടിയെ വിളിക്കുന്നു. ഒരു പെൺകുട്ടിയും കാടും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരു ഉപഭോഗ വസ്തുവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിനോട് പൂർണ്ണമായ വിയോജിപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അൺഎക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞത്. റൈറ്റ്? എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒറ്റ സെന്റൻസ് കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. കന്യകൻ ഇല്ലാത്തടത്തോളം കാലം കന്യകയും വേണ്ട.
നിങ്ങൾ ആരും തന്നെ അതിനകത്ത് തറഞ്ഞു കിടക്കേണ്ടതില്ല. അന്നൊരു പാട്ടിൽ കേട്ടതുപോലെ നല്ല ഭംഗിയായിട്ട് പഠിക്കുക, നല്ല അസലായിട്ട് ജോലി വാങ്ങുക, സ്വന്തം കാലിൽ നിൽക്കുക, അവനവന്റെ കാര്യം നോക്കുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആവുക. ഒരു ജോലിക്ക് പോകണമെങ്കിൽ പോലും അച്ഛന്റെ അടുത്തോ പാർട്ട്ണറുടെ അടുത്തോ സഹോദരന്റെ അടുത്തോ പറയാതെ സ്വന്തമായി കാശ് കൊടുത്തോ വാങ്ങിയ വണ്ടിയിൽ സ്വന്തമായി ജോലിക്ക് പോകാൻ പറ്റും. ഇത് ഞാൻ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരുന്ന പെൺകുട്ടികളോട് പറയുന്നതാണ്. ആൺകുട്ടികളെ എല്ലാവരും സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാൻ പഠിപ്പിക്കാറുണ്ട്, പെൺകുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാറേ ഇല്ല. ഒരു പെൺകുട്ടി തനിയെ പുറത്തു പോകാന്ന് പറഞ്ഞാൽ പോലും ഇന്നയാളെ ഡിപ്പെൻഡ് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ ഡിപ്പെൻഡന്റ് ആയി വളരുന്നതിന്റെ ഫലമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ മറ്റേ വിസ്മയ എന്ന കുട്ടിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കുന്നത്. ഇനി വിട്ടേക്ക്, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കാൻ പോവാ, കാണാതെ പഠിക്കണം. ഒന്ന്, സൗത്ത് അമേരിക്കയിൽ ആണ് ട്രോപ്പിക്കൽ ആമസോണിയൻ ഫോറസ്റ്റ് കാണുക. പ്ലാന്റ്സിന്റെ എണ്ണം ഗ്രേറ്റർ ദാൻ 40,000. കാണാതെ പഠിക്കണം, ഒന്നും ചെയ്യാനില്ല. ദ നമ്പർ ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഇസ് ഗ്രേറ്റർ ദാൻ 40,000. മീനുകളുടെ എണ്ണം 3,000. ബേർഡ്സിന്റെ എണ്ണം 1,300. മാമൽസിന്റെ എണ്ണം 427. ആംഫിബിയൻസിന്റെ എണ്ണം 427. റെപ്റ്റൈൽസിന്റെ എണ്ണം 378. ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ എണ്ണം ഗ്രേറ്റർ ദാൻ 1,25,000. ഒന്നുകൂടി, പ്ലാന്റ് സ്പീഷീസിന്റെ എണ്ണം എത്രയാ? ഗ്രേറ്റർ ദാൻ 40,000. ഇപ്പൊ കമന്റ് ചെയ്യണ്ട, എന്നോടൊപ്പം സംസാരിച്ച് പഠിച്ചേ. പ്ലാന്റ് സ്പീഷീസിന്റെ എണ്ണം എത്രയാ? ഗ്രേറ്റർ ദാൻ 40,000. ഫിഷസിന്റെ എണ്ണം എത്രയാ? 3,000. ഒന്നുകൂടി, ഫിഷസിന്റെ എണ്ണം എത്രയാ? 3,000. ബേർഡ്സിന്റെ എണ്ണം എത്രയാ? 1,300. ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. പ്ലാന്റ് സ്പീഷീസിന്റെ എണ്ണം എത്രയാ? പ്ലാന്റിന്റെ എണ്ണം എത്രയാ? ഗ്രേറ്റർ ദാൻ 40,000. ഫിഷസിന്റെ എണ്ണം എത്രയാ? 3,000. ബേർഡ്സിന്റെ എണ്ണം എത്രയാ? 1,300. മാമൽസും ആംഫിബിയൻസും സെയിം ആണ്, 427. റെപ്റ്റൈൽസ് എത്രയാ? 378. ഇൻവെർട്ടിബ്രേറ്റ്സ് എത്രയാ? ഗ്രേറ്റർ ദാൻ 1,25,000. ഇതൊക്കെയാണ് ഈ തള്ള് എന്ന് പറഞ്ഞാൽ പോലെ തള്ളിന്റെ തള്ളി. ഈ ഗ്രേറ്റർ ദാൻ 40,000, 3,000, 1,300 ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആ മാമൽസും ആംഫിബിയൻസും റെപ്റ്റൈൽസും ഉണ്ടോ? എന്റെ അമ്മോ, 427 മാമൽസ്. 426 അല്ല, 428 അല്ല. ഈ കണക്കെടുത്തോണ്ട് ഭയങ്കര കൃത്യമായിട്ട് ഉറപ്പാണ്. ഈ പണ്ട് നമ്മൾ കളിക്കാറില്ലേ, ഈ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു മീൻ പോയേ, 2 മീൻ പോയേ എന്ന് പറഞ്ഞ് കളിക്കും പോലെ അവര് കാട്ടിൽ പോയി കളിച്ചിട്ടുണ്ടാവണം. ഒന്നാമത്തെ മാമൽ പോയി, രണ്ടാമത്തെ മാമൽ പോയി. ചുമ്മയാണ് കേട്ടോ. ഇതൊക്കെ തള്ളെന്ന് പറഞ്ഞാൽ പോലെ തള്ളിന്റെ തള്ളാണ്. ഇന്നേ വരെ പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനേ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ഗതികേടിന് നമ്മുടെ പുസ്തകത്തിൽ ഈ സാധനം ഉണ്ട്, അപ്പൊ നമുക്ക് പഠിച്ചേ പറ്റും. അത് നമ്മളുടെ നിവർത്തികേട്, അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. റൈറ്റ്? ഈ സ്ലൈഡ് നോക്കിയിട്ട് ഈ സാധനം പഠിച്ചു കഴിഞ്ഞോ ഇല്ലയോ? വേഗം പറഞ്ഞേ. പഠിച്ചു കഴിഞ്ഞെന്നോ ഇല്ലെന്നോ? വേഗം പറയൂ. കഴിഞ്ഞു എന്നാണെങ്കിൽ ഒരു യെസ് തന്നെ, അടുത്തയിലേക്ക് പോവാം. ഞാൻ ചോദിച്ചോളാം, പേടിക്കണ്ട. ഇത് ഇത്രയും ഓർമ്മയിൽ നിർത്താമോ? ഗ്രേറ്റർ ദാൻ 40,000, 3,000, 1,300, 427, 378, 1,25,000. ഇത്ര ഓർമ്മയിൽ നിൽക്കോ ഇല്ലയോ? വേഗം വേഗം വേഗം. കഴിഞ്ഞ ആൾക്കാർ ഒരു യെസ് കമന്റ് ചെയ്തു. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ട്രോപ്പിക്സിൽ ബയോഡൈവേഴ്സിറ്റി കൂടുതൽ ആസ് കമ്പയർഡ് ടു ടെമ്പറേറ്റ്? 3 കാരണങ്ങളാണ്. ഒന്ന് അറിയാലോ, ട്രോപ്പിക്കൽ റീജിയണിൽ സൺലൈറ്റ് കൂടുതലാണ്. സൺലൈറ്റ് കൂടുതലാണെങ്കിൽ എന്താ ഗുണം? പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ പ്രൊഡക്ടിവിറ്റി കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കും. രണ്ടാമത്തേത്, ട്രോപ്പിക്സിലെ ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ലെസ് സീസണൽ ആണ്. അതായത് സീസണൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് കുറവാണ്. അപ്പൊ മോർ ഓർ ലെസ് കോമൺ അല്ലെങ്കിൽ മോർ ഓർ ലെസ് സ്റ്റേബിൾ ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലാണ്. മൂന്നാമത്തേത്, പണ്ട് ഐസേജിന്റെ സമയത്ത് ഈ ഗ്ലേസിയേഷൻസ് കംപ്ലീറ്റ് നടന്നിട്ടുള്ളത് ടെമ്പറേറ്റ് റീജിയണിലാണ്. ഐ റിപ്പീറ്റ്, ടെമ്പറേറ്റ് റീജിയണിലാണ് ഗ്ലേസിയേഷൻസ് നടന്നിട്ടുള്ളത് ഡ്യൂറിങ് ദി ഐസ് ഏജ്. ദ ഗ്ലേസിയേഷൻസ് during ice age. ഈ ഗ്ലേസിയേഷൻസ് കംപ്ലീറ്റ് നടന്നിട്ടുള്ളത് എപ്പോഴാണ്? നമ്മുടെ ഐസ് ഏജിന്റെ സമയത്ത് ഗ്ലേസിയേഷൻസ് നടന്നിട്ടുള്ളത് എവിടെയാണ്? ടെമ്പറേറ്റിലാണ്. അപ്പൊ എന്താ സംഭവം? ടെമ്പറേറ്റിൽ ഉണ്ടായിരുന്ന ഓർഗാനിസംസ് മുഴുവൻ ആ സമയത്ത് പോയി, എക്സ്റ്റിങ്ക്ട് ആയി. അതേസമയം ട്രോപ്പിക്സിൽ അങ്ങനെ ഒരു സാധനം നടക്കാത്തത് കൊണ്ട് അവർക്ക് കൂടുതൽ എവല്യൂഷണറി ടൈം കിട്ടിയിട്ടുണ്ട്. ദേ ഹാവ് ഗോട്ട് മോർ എവല്യൂഷണറി ടൈം. ഇങ്ങനെ 3 റീസൺസ് ഉള്ളത്.
ട്രോപ്പിക്സിൽ സ്പീഷീസ് ഫ്രഷ്നെസ് കൂടുതൽ വരാനായിട്ട്. ഓക്കെ, രണ്ടാമത്തെ റീസൺ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം. അടുത്തത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പ്രപ്പോസ്ഡ് ബൈ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറഞ്ഞ ഒരാൾ പ്രപ്പോസ് ചെയ്ത സ്പീഷീസ് ഫ്രഷ്നെസ്. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന ആ ഏരിയ, ഞാൻ പഠിക്കുന്ന സ്ഥലത്തിന്റെ വലുപ്പം കൂടുന്തോറും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ, കുറെ കൂടുതൽ നമ്പർ ഓഫ് ജീവികളെ നമ്മൾ കണ്ടുവരണം എന്നല്ലേ. സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടി വരണം എന്നല്ലേ. ആണ്. പിന്നെ ഞാനൊരു പഞ്ചായത്ത് മാത്രം എടുത്ത് പഠിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു ജില്ല മുഴുവൻ എടുത്ത് പഠിക്കുമ്പോൾ. ഒരു ജില്ല മുഴുവൻ എടുത്ത് പഠിക്കുന്ന പോലെ ആയിരിക്കില്ല സംസ്ഥാനം മുഴുവൻ എടുത്ത് പഠിക്കുമ്പോൾ. സംസ്ഥാനം മുഴുവൻ എടുത്ത് പഠിക്കുന്ന പോലെ ആയിരിക്കില്ല രാജ്യം മുഴുവൻ എടുത്ത് പഠിക്കുമ്പോൾ. അതുപോലെ ആയിരിക്കില്ല ഒരു കോണ്ടിനെന്റ് പഠിക്കുമ്പോൾ. ഇത് ഓരോന്നും പഠിച്ച് കൂടി പോകുമ്പോൾ വാട്ട് ഐ എക്സ്പെക്ട് ഈസ് ദാറ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടി വരണം എന്നല്ലേ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ദ സ്പീഷീസ് richness will increase corresponding to area but only up to a certain limit. അങ്ങനെ ചുമ്മാ കൂടിക്കൊണ്ടേയിരിക്കില്ല, ഒരു പരിധി വരെയേ പഠിക്കുന്ന ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും, സ്പീഷീസ് richness കൂടും. അത് കഴിഞ്ഞാൽ അത് മെല്ലെ കോൺസ്റ്റന്റ് ആവും എന്നുള്ളതാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ സ്റ്റേറ്റ്മെന്റ്. റൈറ്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ്. ദ സ്പീഷീസ് richness will increase with the increased explored area but only up to a particular limit. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ അത് നിൽക്കുന്നതാണെങ്കിൽ പിന്നെ ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്തേ വരൂ, റെക്ടാങ്കുലർ ഹൈപ്പർബോളയെ വരൂ. ഇതാണ് ഗ്രാഫ്. the graph will be like this. ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. s equals c into a to the power z. അത് ലോഗരിതത്തിലേക്ക് ആക്കുമ്പോൾ log s is equal to log c plus z log a എന്ന് വരും. ഓരോന്നും എന്താണെന്നറിയാലോ, s എന്ന് പറഞ്ഞാൽ സ്പീഷീസ് richness, a എന്ന് പറഞ്ഞാൽ ഏരിയ, c എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ഡെൽറ്റ. ഈ സാധനമാണ് c. c എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ്. then z ആണ് ഇമ്പോർട്ടന്റ്. z ന്റെ പേര് അറിയണം, റിഗ്രഷൻ കോഎഫിഷ്യന്റ്. z എന്ന് പറഞ്ഞാൽ എന്താ, റിഗ്രഷൻ കോഎഫിഷ്യന്റ്. സാധാരണഗതിയിൽ z ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1 നും 0.2 ഇടയിലായിരിക്കും. Normally the value of z will be in between 0.1 to 0.2. പക്ഷേ ഒരു വലിയ ഏരിയ ആണ് പഠിക്കുന്നതെന്നിരിക്കട്ടെ, ലൈക്ക് ഒരു കോണ്ടിനെന്റ് ഒക്കെയാണ് പഠിക്കുന്നതെന്നിരിക്കട്ടെ, z ന്റെ വാല്യൂ വിൽ ബി റേഞ്ചിങ് ഫ്രം 0.6 to 1.2. അതിനർത്ഥം എത്ര വലിയൊരു റീജിയൻ പഠിച്ചാലും z ന്റെ വാല്യൂ മാക്സിമം എത്രയേ വരൂ, 1.2 വരൂ. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യനിൽ z ന്റെ വാല്യൂ 1.2നേക്കാൾ കൂടുതൽ ഉണ്ട് എന്നാണെങ്കിൽ ആ ചോദ്യം തെറ്റാണ്. ഒന്നും കൂടി, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പ്രപ്പോസ് ചെയ്ത ലോയാണ് ഏരിയ കൂടുന്തോറും സ്പീഷീസ് richness കൂടില്ല, മെല്ലെ അത് കുറഞ്ഞു വരും. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വിൽ ബി s is equal to c into a to the power z. അതില് ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. z എന്താണ്, റിഗ്രഷൻ കോഎഫിഷ്യന്റ്. റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ നോർമൽ വാല്യൂ എന്താ, കുഞ്ഞു സ്ഥലങ്ങൾ 0.1 to 0.2. ഭയങ്കര വലിയൊരു സ്ഥലം എടുക്കുന്ന സേ ഞാനൊരു കോണ്ടിനെന്റ് പോലെ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വാല്യൂ വിൽ റേഞ്ച് ഫ്രം 0.6 to 1.2. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഫ്രൂഗിവോറസ് ബേർഡ്സിന്റെയും മാമൽസിന്റെയും z വാല്യൂ എടുത്താൽ, അതായത് ഫ്രൂഗിവോറസ് ബേർഡ്സിനും സെയിം വാല്യൂ ആണ്, മാമൽസിന് സെയിം വാല്യൂ, രണ്ടും കൂടി ചേർത്തല്ല, രണ്ടുപേരുടെ പ്രത്യേകം എടുത്താൽ ആ z വാല്യൂ എന്ന് പറയുന്നത് 1.15 ആയിരിക്കും. If you consider the frugivorous birds or say mammals, the z value for in different continents, for continental level എടുത്തു കഴിഞ്ഞാൽ z value will be 1.15. അതിൽ ഒരു സംശയവും ഇല്ല. 1.15 എന്ന് പറയുന്നത് 1.2നേക്കാളും കുറവാണ്. So no worries. What are the reasons for loss of biodiversity? അതിലേക്ക് പോകുന്നു. ആ റീസൺ പറയുന്നതിന് മുൻപായിട്ട് ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ പോവാണ്, കണക്ക് പഠിക്കാൻ പോവാണ്. അപ്പൊ പുതിയ കുറെ കണക്ക് പഠിപ്പിക്കണം. ആ പുതിയ കണക്കുകൾ പഠിക്കുന്നതിന് മുൻപ് ഇതുവരെ പഠിച്ച എല്ലാ കണക്കുകളും ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്തിട്ട് പുതിയ കണക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ആദ്യം പറഞ്ഞതൊന്നും ചോദിക്കുന്നില്ല, പുതിയത് പഠിപ്പിച്ചത് വേഗം ചോദിക്കാം. എടോ, ഫോറസ്റ്റ് ഡെൻസിറ്റി കൂടുതൽ ട്രോപ്പിക്കൽ റീജിയനിലാണോ ടെമ്പറേറ്റ് റീജിയനിലാണോ? വേഗം കമന്റ്. ഫോറസ്റ്റ് ഡെൻസിറ്റി കൂടുതൽ ട്രോപ്പിക്കൽ റീജിയനിലാണോ ടെമ്പറേറ്റ് റീജിയനിലാണോ? പെട്ടെന്ന് കമന്റ് ചെയ്യണം. ട്രോപ്പിക്കൽ റീജിയനിലാണ്. റൈറ്റ്. എത്ര ടൈംസ് ആണ് കൂടുതൽ? 10 ടൈംസ് ആണ് കൂടുതൽ. ഒരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ, ഇക്വേറ്ററിനോട് ചേർന്ന് ട്രോപ്പിക്കലിൽ കാണുന്ന ഒരു ഫോറസ്റ്റിന്റെ പേര് കണ്ടായിരുന്നല്ലോ, രാജ്യത്തിന്റെ പേര്. ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ ഡാഷ്. ഇക്വാഡോർ. ഇക്വാഡോർ ഈസ് ഗ്രേറ്റർ ദാൻ മിഡ് വെസ്റ്റ് ഓഫ് USA. Okay, Ecuador is greater than Midwest of USA.
മൂവിങ് ടു ആമസോണിയൻ ഫോറസ്റ്റിന്റെ ഡൈവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. ആമസോണിയൻ ഫോറസ്റ്റിൽ എത്ര സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്? ആമസോണിയൻ ഫോറസ്റ്റിൽ എത്ര സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്? മോർ ദാൻ 40k. എത്ര സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ട്? അല്ല സോറി, എത്ര സ്പീഷീസ് ഓഫ് ഫിഷസ് ഉണ്ട്? പ്ലാന്റ്സ് 40k. എത്ര സ്പീഷീസ് ഓഫ് ഫിഷസ് ഉണ്ട്? 3000. എത്ര സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്? 1300. എത്ര സ്പീഷീസ് ഓഫ് മാമൽസ് ഉണ്ട്? 427. എത്ര സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസ് ഉണ്ട്? 378. എത്ര സ്പീഷീസ് ഓഫ് ആംഫീബിയൻസ് ഉണ്ട്? 427. എത്ര സ്പീഷീസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്? ഐസ് ഏജ് നടക്കുന്നത് ഏകദേശം 75,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ആ സമയത്ത് ഗ്ലേസിയേഷൻസ് നടന്നത് എവിടെയാണ്? ടെമ്പറേറ്റിലാണോ അതോ ട്രോപ്പിക്കലിലാണോ? ടെമ്പറേറ്റിലാണ്. സെഡിന്റെ നോർമൽ വാല്യൂ പറയൂ. സെഡിന്റെ നോർമൽ വാല്യൂ പറയൂ. 0.1 to 0.2. ഒരു കോണ്ടിനെന്റൽ ലെവൽ എടുക്കുകയാണെങ്കിൽ സെഡിന്റെ വാല്യൂ എത്ര വരും? 0.6 to 1.2. രണ്ട് പേരുടെ സെഡ് വാല്യൂ NCERT പറയുന്നുണ്ട്. ആ രണ്ട് പേരും ആരാണെന്നും പറയണം, സെഡ് വാല്യൂ എത്രയാണെന്നും പറയണം. രണ്ട് പേരുടെ സെഡ് വാല്യൂ NCERT പറയുന്നുണ്ട്. ആ രണ്ട് പേരും ആരാണെന്നും പറയണം, സെഡ് വാല്യൂ എത്രയാണെന്നും പറയണം. ഫ്രൂഗിവോറസ് ബേർഡ്സും മാമൽസും എത്രയാണ് വാല്യൂ? മുന്നക്കുട്ടി, ഇതാ സാറ് പറഞ്ഞത് ശ്രദ്ധിക്കണം. 1.5 എന്ന് പറഞ്ഞാൽ 1.2 മുകളിലായി പോയില്ലേ മോളെ? 1.15 അല്ലേ? വളരെ ശ്രദ്ധിക്കണം. 1.15 ആണ്. 1.5 എന്ന് പറഞ്ഞാൽ 1.2 മുകളിലായില്ലേ? 1.2 മുകളിൽ ഒരിക്കലും വരില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്? മുന്നക്ക് ഞാൻ പറഞ്ഞത് കിട്ടിയോ? ഉവന്നോ ഇല്ലെന്നോ? ഫാസ്റ്റ് മുന്ന ടൈപ്പ് ആകുമ്പോ മിസ്റ്റേക്ക് വന്നത് ചാരില്ല കേട്ടോ. ഇത് ഏത് ഭാഷ? ബാംബു ബോയ്സില് കലാഭവമണി സംസാരിക്കും പോലെ ചാരില്ല കേട്ടോ. ശരി, വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ. ബാക്കി സംസാരിക്കാം. നോക്കിക്കേ, IUCN റെഡ് ലിസ്റ്റ് 2004 പ്രകാരം കാണാതെ പഠിക്കണം, ഒരു രക്ഷയില്ല. അമ്മോ, ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ, സെന്റൻസ് ആയി വരും. ഇതുവരെ 784 സ്പീഷീസ് ആണ് എക്സ്റ്റിങ്ക്റ്റ് ആയത് കഴിഞ്ഞ 500 വർഷങ്ങൾക്കിടയിൽ. In between the last 500 years 784 സ്പീഷീസ് ആണ് എക്സ്റ്റിങ്ക്റ്റ് ആയത്. അതിനകത്ത് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ ഉള്ളത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ നുണ പറയുന്നതല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം. 338 vertebrates, 359 invertebrates and 87 plants. ആരൊക്കെയുള്ളത്? 784 സ്പീഷീസ് ഉള്ളതിൽ 338 വെർട്ടിബ്രേറ്റ്സ് ഉണ്ട്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്, 87 പ്ലാന്റ്സ് ഉണ്ട്. ഒന്നും കൂടി സാറിനൊപ്പം സംസാരിച്ച് പഠിക്കൂ. ഈ IUCN ലിസ്റ്റ് 2004 എപ്പോഴും പറയണ്ട, നമ്മൾ പഠിക്കുന്നതൊക്കെ 2004 തന്നെയാണ്. ആ സിനിമയിലെ ദിലീപിനോട് മറ്റേ പെങ്കൊച്ച് പറയുന്നില്ലേ, ഈ 1057 രൂപ 50 പൈസ എപ്പോഴും പറയണ്ട, എനിക്കറിയാന്ന് പറഞ്ഞതുപോലെ IUCN ലിസ്റ്റ് 2004 എപ്പോഴും പറയണ്ട. ഈ പുസ്തകത്തിലുള്ളത് 2004 കഥ തന്നെയാണ്. ആകെ എത്ര സ്പീഷീസ് ഉള്ളത്? 784 സ്പീഷീസ് ആണ് എക്സ്റ്റിങ്ക്റ്റ് ആയത്. ഒന്നും കൂടി എത്രയാ? കമന്റ് ചെയ്യണ്ട, പറഞ്ഞു പഠിച്ചേ. എത്ര സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയത്? 784. ഒന്നും കൂടി, എത്ര സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയത്? 784. അതിൽ എത്ര വെർട്ടിബ്രേറ്റ്സ് ഉള്ളത്? 338. എത്ര ഇൻവെർട്ടിബ്രേറ്റ്സ് ഉള്ളത്? 359. അത് കോമൺ സെൻസോ കുഞ്ഞുങ്ങളെ? കാരണം ശരിക്കും കൂടുതലുള്ളത് ആരാ? ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ എക്സ്റ്റെൻഡ് ആവുന്നത് ആരായിരിക്കും? ഇൻവെർട്ടിബ്രേറ്റ്സ് ആയിരിക്കും. എത്ര വെർട്ടിബ്രേറ്റ്സ് എലിമിനേറ്റഡ് ആയത്? 338 വെർട്ടിബ്രേറ്റ്സ് എലിമിനേറ്റഡ് ആയത്. പ്ലാന്റ്സിന്റെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആനിമൽസിനേക്കാളൊക്കെ എത്രയോ കുറവാണ് അല്ലെ? വെറും 20%, 22% മാത്രമല്ലേ വരൂ. അപ്പൊ ഏകദേശം അത്ര തന്നെയല്ലേ ഉള്ളൂ. നോക്കിക്കേ,
350ന്റെ പകുതി 170, അതിന്റെ പകുതി ഏകദേശം ഒരു 80. മനസ്സിലായോ? 22% അല്ലടോ പ്ലാന്റ്സ് ഡിസ്കവർ ചെയ്തേക്കുന്നത്. അപ്പൊ ഏകദേശം 25%, 1/4 എടുത്താൽ മതി. ഇതിന്റെ ഒരു 1/4 ഏകദേശം 87. സത്യം പറഞ്ഞ ഇത് മറക്കില്ല, ഇങ്ങനെ റിലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. കാരണം കാണാതെ പഠിക്കണ്ടല്ലോ, നമ്പർ കൊടുത്താൽ പോരെ. ഈ സാധാരണ കാണുന്ന റേഷ്യോ തന്നെ നിങ്ങൾ അങ്ങ് എടുത്താൽ മതി. അപ്പൊ സാധനം സാറ് പറഞ്ഞത് കൃത്യമായി മനസ്സിലാവും. വെർട്ടിബ്രേറ്റ്സ് ആണ് കുറവ്, ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് കൂടുതൽ. ഇൻവെർട്ടിബ്രേറ്റ്സ് കൂടുതലാവുമ്പോൾ സ്വാഭാവികമായിട്ട് 359 ഇൻവെർട്ടിബ്രേറ്റ്സ് കാണും, 338 വെർട്ടിബ്രേറ്റ്സ് കാണും. 22% ആണ് പ്ലാന്റ്സ്. അപ്പൊ ഇതിന്റെ 22% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 87. അങ്ങനെ അങ്ങ് ഓർത്താൽ മതി, പണി കഴിഞ്ഞു. ഓക്കെ, ഒന്നും കൂടി. 784 സ്പീഷീസ്, 338 വെർട്ടിബ്രേറ്റ്സ്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് 87 പ്ലാന്റ്സ്. ഇത്രയും കഴിഞ്ഞ 500 വർഷത്തിനുള്ളിലൊക്കെ എക്സ്റ്റിങ്ക്ട് ആയി. ഇനി പാട്ട് പാടുപോലെ പഠിക്കണം. എക്സ്റ്റിങ്ക്ട് ആയ ആൾക്കാരുടെ പേരാണ് ഡോഡോ ഫ്രം മൗറീഷ്യസ്. ഒന്നും കൂടി. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. ഡോഡോ, കമന്റ് ചെയ്യണ്ട, കൂടെ പറഞ്ഞു പഠിച്ചാൽ മതി. ഡോഡോ ഫ്രം മൗറീഷ്യസ്, ക്വാഗ ഫ്രം ആഫ്രിക്ക, thylacine from Australia, stellar sea cow, Russia. 3 subspecies, Bali, Javan and Caspian from Asia. നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, ഫ്രം ഏഷ്യ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യ അല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ്. ജോഗ്രഫിക്കലി വരുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന്. കഴിഞ്ഞ 500 വർഷങ്ങൾക്കിടയിൽ എലിമിനേറ്റഡ് ആയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികളാട്ടോ പറയാൻ പോകുന്നത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഡോഡോ ഫ്രം മൗറീഷ്യസ്, ക്വാഗ ഫ്രം ആഫ്രിക്ക, thylacine from Australia, stellar sea cow from Russia. 3 subspecies ആരൊക്കെ? ബാലി, ജവാൻ ആൻഡ് കാസ്പിയൻ ഫ്രം ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഓഫ് ഏഷ്യ. ഭംഗിയായി കിട്ടിയല്ലോ? ഉറപ്പല്ലേ? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലേക്ക് വന്നേ, സാറ് ചോദിക്കട്ടെ. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലേക്ക് വന്നേ. ഡാഷിന്റെ ഡാഷ് വർഷത്തെ ലിസ്റ്റ് പ്രകാരം കമന്റിക്കോ എന്തായിരിക്കും മനസ്സിലായല്ലോ. ഡാഷിന്റെ ഡാഷ് വർഷത്തെ ഡാഷ് ലിസ്റ്റ് പ്രകാരം ഏത് സംഘടനയുടെ ഏത് വർഷത്തെ ഏത് ലിസ്റ്റ് പ്രകാരം കമന്റിക്ക്. ഹലോ, IUCN 2004 റെഡ് ലിസ്റ്റ് പ്രകാരം. വെരി ഗുഡ്. കഴിഞ്ഞ ഡാഷ് വർഷങ്ങൾക്കിടയിൽ ഡാഷ് നമ്പർ ഓഫ് സ്പീഷീസ് എലിമിനേറ്റഡ് ആയി. ഇതൊക്കെ അറിയണം. കഴിഞ്ഞ എത്ര വർഷങ്ങൾക്കിടയിൽ, എത്ര 500 വർഷങ്ങൾക്കിടയിൽ, പോന്നോട്ടെ 500 വർഷങ്ങൾക്കിടയിൽ 784 സ്പീഷീസ് എലിമിനേറ്റഡ് ആയി. ഈ 784 സ്പീഷീസിൽ വെർട്ടിബ്രേറ്റ്സിന്റെ എണ്ണം എത്ര? 338. ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ എണ്ണം എത്ര? 359. പ്ലാന്റ്സിന്റെ എണ്ണം എത്ര? 87. ഓക്കെ, ഇനി ഞാൻ ഏതെങ്കിലും ഒരെണ്ണം പറയും, മറ്റോ നിങ്ങൾ പറയണം. ഒന്നുമല്ല ജീവിയുടെ പേര് പറയും, കൺട്രി നിങ്ങൾ പറയണം, അല്ലെ കൺട്രിയുടെ പേര് പറയും, ജീവി ഏതാ നിങ്ങൾ പറയണം. റഷ്യ. റഷ്യ. ജവാൻ ടൈഗർ ആണ്. സ്റ്റെല്ലാർ സീ കൗ. അപ്പൊ ജവാൻ എവിടെ നിന്ന് എക്സ്റ്റിങ്ക്ട് ആയതാ? ഈ തെറ്റ് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഏഷ്യയിൽ നിന്ന്. ശരി 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 ശരി. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന്. ജവാനോടൊപ്പം തന്നെ എലിമിനേറ്റഡ് ആയ ബാക്കി 2 ടൈഗർ സ്പീഷീസ് ആരൊക്കെയാണ്? ജവാനോടൊപ്പം തന്നെ എലിമിനേറ്റഡ് ആയ ബാക്കി 2 ടൈഗർ സ്പീഷീസ് ആരൊക്കെയാണ്? ബാലി ആൻഡ് കാസ്പിയൻ. റൈറ്റ്. ഡോഡോ ഫ്രം മൗറീഷ്യസ്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ പഠിപ്പിച്ചപ്പോൾ പഠിച്ചു കാണും. ഈ ഡോഡോ എന്ന് പറയുന്നത് ഒരു മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു. ആ ഫിഗ് പഠിച്ച കൂട്ടത്തിൽ പറഞ്ഞു കാണും. ഡോഡോയുടെ ഇൻഡസ്റ്റൈനൽ ജ്യൂസിൽ വന്നാൽ മാത്രം വളരുന്ന ഒരു ഫിഗ് ട്രീ ഉണ്ടായിരുന്നു. ആ ഫിഗിന്റെ സീഡ് ഡോഡോ പക്ഷി കഴിച്ച് ഡോഡോയുടെ മലത്തിലൂടെ പുറത്തു വന്നാൽ മാത്രമാണ് അത് മുളയ്ക്കുന്നത്. അപ്പൊ ഡോഡോ എലിമിനേറ്റഡ് ആയപ്പോ കൂടെ ആ ഫിഗ് എലിമിനേറ്റഡ് ആയി പോയി കേട്ടോ. ലോകത്തിലെ ഏറ്റവും വിലയുള്ള കാപ്പിക്കുരു അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഒരു തരം പൂച്ചയ്ക്ക്, വെരുക്കിന് തിന്നാൻ കൊടുത്തിട്ട് അതിന്റെ എക്സ്ക്രീറ്റയിൽ നിന്ന് ഞോണ്ടിയെടുക്കും. വല്ലതിന്റെ എക്സ്ക്രീറ്റ ഒരു കപ്പിന് 1 ലക്ഷം രൂപ കൊടുത്ത് കുടിക്കുന്ന മനുഷ്യർക്ക് ഞാനൊക്കെ അതിന് പറയുന്നത് എന്താണെന്നറിയോ?
ഇൻട്രാ ഓസ്റ്റിയോ പോക്കിംഗ് ഡ്യൂ ടു ഹൈപ്പർ എക്കണമി എന്ന് പറയും. മനസ്സിലായില്ല അല്ലെ? എഴുതി തരാം അപ്പൊ മനസ്സിലാവും. ഇൻട്രാ ഓസ്റ്റിയോ പോക്കിംഗ് ഡ്യൂ ടു ഹൈപ്പർ എക്കണമി. ആരെങ്കിലും ഇതൊന്ന് മലയാളത്തിലാക്കാമോ? ഞാൻ സ്റ്റാൻഡേർഡ് ആക്കിയെങ്കിൽ പറഞ്ഞു മാത്രം. മനസ്സിലായില്ല? സീരിയസ്ലി മനസ്സിലായില്ല? Nobody did understand this one? നിങ്ങളിത് കേട്ടിട്ടില്ലേ? ഞാൻ തള്ളിയതല്ല. നോയോ എടോ, കാശ് കൂടിയത് കാരണം തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുകയെന്ന്. ഇൻട്രാ ഓസ്റ്റിയോ പോക്കിംഗ്, എല്ലിന്റെ ഇടയിൽ കുത്തുക. കേട്ടിട്ടില്ല? അത് ആ നാട്ടിലേക്ക് പറയുമെന്ന് അറിയില്ല. ഞങ്ങളുടെ ഇവിടെ എറണാകുളത്ത് സ്ഥിരം പറയുന്ന ലാംഗ്വേജാണ്. ഉടായ്പ കാണിക്കുന്നതിന് എല്ലിന്റെ ഇടയിൽ കുത്തുക എന്ന് പറയും. ഞാൻ ഇത്ര സ്റ്റാൻഡേർഡ് ആക്കി പറഞ്ഞു എന്ന് മാത്രം. പോട്ടെ. ക്വാഗ എവിടെ നിന്ന് എലിമിനേറ്റഡ് ആയത് പറയും? ക്വാഗ ഹാസ് ബീൻ എലിമിനേറ്റഡ് ഫ്രം ആഫ്രിക്ക. തൈലസീൻ ഓസ്ട്രേലിയ. കഴിഞ്ഞ് we are going to discuss the rest. ബാക്കി പറയാൻ പോകുന്നു. വാലി, യവാൻ, കാസ്പിയൻ, തൈലസീൻ. ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം. ഒരു കള്ളന്റെ കഥ. ഈ കള്ളൻ ഒരു സാധാരണ കള്ളനല്ല, പുള്ളി ഒരു സൈക്കോയാണ്. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരും. അത് രൂപ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ആവശ്യത്തിന് കൂടുതൽ രൂപയുള്ള ആളായിരിക്കും, നല്ല കോടീശ്വരനോ കോടീശ്വരിയോ ആയിരിക്കും. പക്ഷെ ഈ സാധനം എടുത്തുകൊണ്ട് വരിക എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ അവർക്ക് കാണും. അങ്ങനെയുള്ള കൂട്ടർ, റൈറ്റ്? അതുപോലെ ഒരു കള്ളന്റെ കഥ. ഇയാളുടെ പ്രത്യേകത, ഇയാൾ എവിടെ പോയാലും അവിടെ നിന്ന് ഈ സ്ക്രൂ ഉണ്ടല്ലോ, സ്ക്രൂ റൈവറ്റ്സ് എന്ന് പറയും, ഈ സാധനം അടിച്ചുകൊണ്ട് പോരും. അപ്പൊ സപ്പോസ് പുള്ളി ഒരു വിമാനത്തിൽ കയറിയിരിക്കട്ടെ. ഇയാള് വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ വിമാനത്തിൽ നിന്ന് സ്ക്രൂ ഇങ്ങനെ പറിച്ചുകൊണ്ടേ പോകും. അപ്പൊ സ്ഥിരമായി ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആൾക്കാരും ആ വിമാനത്തിലെ റൈവറ്റ്സ് പോപ്പ് ചെയ്തെടുക്കുക എന്നിരിക്കട്ടെ. അതായത് ആ വിമാനത്തിലെ സ്ക്രൂകൾ ഇങ്ങനെ ഇളക്കി എടുത്തുകൊണ്ട് വരികയാണ് എന്നിരിക്കട്ടെ. എങ്ങനെയായിരിക്കും അത് ആ വിമാനത്തിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നത്? എന്തൊരു ചോദ്യമാണ് സർ. ഒട്ടും സ്പെസിഫിക് അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെ തൊടാതെ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ അതിന് ഉത്തരം പറയും? അത് എത്രയോ ഫാക്ടേഴ്സുമായി എഫക്റ്റഡ് ആ സർ. ഇപ്പൊ സീറ്റ് പിടിപ്പിച്ചിരിക്കുന്നത് ഒരു 80 സ്ക്രൂകൾ കൊണ്ടാണ് എന്നിരിക്കട്ടെ. ഒരു 10 സ്ക്രൂ പോയാലോ 20 സ്ക്രൂ പോയാലോ കുഴപ്പമൊന്നുമില്ല. എന്താ സംഭവിക്കാനാണ്? സീറ്റ് അവിടെ സ്റ്റേബിൾ ആയിട്ടിരുന്നുള്ളൂ. അതേസമയം വിമാനം ഇങ്ങനെ പറന്നിറങ്ങുന്ന സമയത്ത് ഒരു ചക്രം വരില്ലേടോ നിലത്ത് തൊടാനായിട്ട്, കണ്ടിട്ടില്ലേ? ആകെ 5 സ്ക്രൂകൾ ആ ചക്രത്തിനുള്ളതെന്നിരിക്കട്ടെ. ഈ ആശാൻ അതിൽ ഒരു 3 സ്ക്രൂയും കഴിച്ചെടുത്തു. എന്തായിരിക്കും അവസ്ഥ? ഓ, നമ്മൾ ചിരിക്കുന്നു. അയ്യോ, എനിക്ക് വിമാനത്തിൽ കയറാൻ പേടിയാണ് കേട്ടോ. ഐ എം ഹൈലി അഫ്രൈഡ് ഓഫ് ദാറ്റ്. ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് വീട്ടുകാരൊക്കെ ഫ്ലൈറ്റിന് പോകുമ്പോൾ ഞാൻ തലേന്ന് കാരണവും പോകും. എനിക്ക് എന്താ റീസൺ എന്നറിയില്ല. ഐ എം എ ഹൈലി ഗൈറോഫോബിക് പേഴ്സൺ. എനിക്ക് ഹൈറ്റ്സ് പേടിയാണ്. മാക്സിമം ഒരു 2 നില കെട്ടിടം, ഒരു 5 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ തല ഇറങ്ങും. പിന്നെ ഒരു 7 മാസം പ്രഗ്നന്റ് ആയ പ്രതീതിയാണ് എനിക്ക്. തല ഇറങ്ങിയിട്ട് നിൽക്കാൻ പറ്റില്ല. ആവട്ടെ, ഞാൻ പറഞ്ഞ സംഗതി എന്താ നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരു കള്ളൻ വന്ന് റൈവറ്റ്സ് മോഷ്ടിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ സ്ക്രൂകൾ മോഷ്ടിക്കുകയാണെങ്കിൽ തന്നെ 2 ഫാക്ടേഴ്സ് ആണ് അവിടെ പ്രധാനം. ഒന്ന്, എത്ര സ്ക്രൂകൾ മോഷ്ടിക്കുന്നു എന്നത് പ്രധാനമാണ്. 2, എവിടത്തെ സ്ക്രൂകൾ മോഷ്ടിക്കുന്നു എന്നതും പ്രധാനമാണ്. ശരിയല്ലേ? എത്ര സ്ക്രൂകൾ മോഷ്ടിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് പ്രധാനം? കാരണം എത്ര പ്രധാനമില്ലാത്ത സ്ഥലത്ത് നിന്നാണെങ്കിലും, എത്രമാത്രം ഇമ്പോർട്ടന്റ് അല്ലാത്ത സ്ഥലത്ത് നിന്നാണെങ്കിലും കുറെ സ്ക്രൂകൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ടാക്കും വിമാനത്തില്. തുടക്കത്തിൽ പ്രശ്നമില്ല എന്ന് നമുക്ക് തോന്നിയാലും. ഇനി വേറെ ചിലതുണ്ട്, ഒരു സ്ക്രൂ ഇളക്കിയാൽ തന്നെ കാര്യം പോക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോ, ചിറകില്ലേ, ചിറക് തിരിക്കാൻ സഹായിക്കുന്ന സ്ക്രൂ ചേട്ടൻ ഇളക്കി എടുത്തു, എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയും വരാം. ഇനി നമ്മൾ ഇതേ സാധനം സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്യൂ. ഇതുപോലെ തന്നെ 2 തരം സ്പീഷീസ് ഉണ്ട്. മൈനർ സ്പീഷീസ് എന്ന് പറയുന്ന കൂട്ടരുണ്ട്. അവർ
അത്രയധികം ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, എന്നാലും ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ എക്കോളജിയിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതേസമയം നമ്മുടെ ചിറകിൽ കാണുന്ന റൈവൻസിലെ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസിനെയാണ് കീ സ്പീഷീസ് ഓർ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് വിളിക്കുക. നമ്മൾ പറയില്ലേ നാഴികക്കല്ല്. They are what are termed as what we call the key species or keystone species. റീസൺ എന്താന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കാര്യം പോക്കാണ്. ഐ റിപ്പീറ്റ്, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓവറോൾ കാര്യം പോക്കാണ്. കാരണം ആ എക്കോളജി കംപ്ലീറ്റ് ബാധിക്കും. സാറ് പറഞ്ഞത് നല്ല ഭംഗിയായി പിടികിട്ടിയോ? ഞാൻ പറഞ്ഞത് അസലായി പിടികിട്ടിയോ? പെട്ടെന്ന് പറയൂ. വന്നോ ഇല്ലെന്നോ? Ribbentrop hypothesis by Paul Ehrlich, EHLRICH. Loss of biodiversity. ബാക്കി കണക്കുകൾ അടുത്ത കണക്കിലേക്ക് പോകുന്നു. അയ്യോ, ഈ ചാപ്റ്റർ കണക്ക് മാത്രമേ ഉള്ളൂ സർ, കണക്ക് മാത്രമേ ഉള്ളൂ. അതല്ല ഞാൻ ആദ്യമേ പറഞ്ഞത്, കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ 27 സ്പീഷീസ് ആണ് ഡിസപ്പിയർ ചെയ്തത്. ഐ റിപ്പീറ്റ്, കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ എത്ര സ്പീഷീസ് ഡിസപ്പിയർ ചെയ്തു, എത്ര സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റഡ് ആയി? 27 സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റഡ് ആയി. ഇന്ന് എക്സ്റ്റിങ്ഷൻ ത്രെറ്റ് ഫേസ് ചെയ്യുന്ന മോർ ദാൻ 15,500 സ്പീഷീസ് ഉണ്ട്. Today we are having more than 15,500 species which are facing the threat of extinction. Extinction threat face ചെയ്യുന്ന 15,500 സ്പീഷീസ് ഉണ്ട്. ഇനി ആ 15,500 സ്പീഷീസിൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് സാർ പറയുന്നത്. 12% ബേർഡ്സ് ആണ്, 23% മാമൽസ് ആണ്, 32% ആംഫീബിയൻസ് ആണ്, 31% ജിംനോസ്പേംസ് ആണ്. പഠിച്ചേ പറ്റും. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ 27 സ്പീഷീസ് എലിമിനേറ്റഡ് ആയി. ഇന്ന് എക്സ്റ്റൻഷൻ ഫേസ് ചെയ്യുന്ന മോർ ദാൻ 15,500 സ്പീഷീസ് ഉണ്ട്. അതിൽ തന്നെ 12% ബേർഡ്സ് ആണ്, 32% ആംഫീബിയൻസ് ആണ്, 23% മാമൽസ് ആണ്, 31% ജിംനോസ്പേം ആണ്. ഇപ്പോ കറണ്ട് എക്സ്റ്റൻഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 100 to 1000 ഇരട്ടിയായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒക്കെ പോവുകയാണെങ്കിൽ അടുത്ത 100 വർഷം കൊണ്ട് നമ്മുടെ ഭൂമിയിലുള്ള 50% ബയോഡൈവേഴ്സിറ്റി മനുഷ്യന്റെ ആക്രാന്ത കാരണം നശിച്ചു. ഓക്കെ, ഈ കണക്കുകൾ ഇത്രയും മനസ്സിലുണ്ടോ? ഞാൻ പിന്നെ ചോദിക്കാം, കുറച്ചൊന്നും അങ്ങോട്ടേക്ക് എത്തിയിട്ട് ചോദിക്കാം. ഇത്രയും കണക്കുകൾ മനസ്സിലുണ്ടോ എല്ലാവരുടെയും? ഉറപ്പാണോ? വേഗം ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്ത് ഇത്രയും മനസ്സിലുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാലോ. എല്ലാവരും ഇത്ര മനസ്സിലുണ്ടെന്നോ ഇല്ലെന്നോ വേഗം കമന്റ് ചെയ്തേ. യെസ്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി വന്നാൽ അജുമതള്ളു, പ്ലാൻ പ്രൊഡക്ഷൻ കുറയും, മറ്റേ എൻവയോൺമെന്റൽ പെട്രോവേഷൻ കൂടും, എക്കോസിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി കുറയും. We are going to discuss what are the different reasons for the loss of biodiversity. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നതിന് പല കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. ഈ 4 കാരണങ്ങളെയും ദ എവിൽ ക്വാർട്ടറ്റ് എന്നാണ് പറയുന്നത്. ചതുർദോഷങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. 4 ദോഷങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഈ കണ്ണി കണ്ട ഫോറസ്റ്റിലും, അത് ഞാൻ മോശമാക്കി പറയുന്നല്ല കേട്ടോ, മനുഷ്യർക്കും ജീവിക്കണമല്ലോ. നമ്മളെപ്പോഴും നമ്മളുടെ സ്റ്റെബിലിറ്റി അല്ലേ നോക്കുക, അത് കഴിഞ്ഞിട്ടാണല്ലോ വേറെ ജീവജാലങ്ങളെ നോക്കുന്നത്. നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന കാടുകൾക്കകത്ത് മറ്റ് എക്കോസിസ്റ്റംസിനകത്ത് കയറി നമ്മളുടെ വീട് വയ്ക്കും. നമ്മളങ്ങനെ നമ്മളുടെ വീട് വയ്ക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? എത്രയോ ജീവജാലങ്ങളുടെ ഷെൽട്ടർ ആണ് ഫ്രാഗ്മെന്റ് ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ എത്രയോ ജീവജാലങ്ങളുടെ ഹാബിറ്റാറ്റ് ആണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഹ്യൂമൻസിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ. പുറത്തു നിന്നൊരു സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ കോമ്പറ്റീഷൻ നടക്കും. OP കഴിഞ്ഞതല്ലേ? OP കഴിഞ്ഞതാ. ഗോസസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയൂ. വാട്ട് ഈസ് ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അറിയാം, ഫിസിക്സിലെ ഗോസസ് ലോയും അറിയാം. അത് എന്ത് സാധനമാണ് സർ? ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താണ് ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ആർക്ക് പറയാം? Who can tell me what is ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് ആർക്ക് പറയാം? കമൻസാലിസ് ഒന്നും അല്ല, പോടോ. നിങ്ങൾ പഠിക്കുന്നില്ല കേട്ടോ, ഉറപ്പാണോ പഠിക്കുന്നില്ല?
രണ്ട് സ്പീഷീസ് തമ്മിൽ ഒരുമിച്ച് കോമ്പറ്റീഷനിലാണെങ്കിൽ ദ സുപ്പീരിയർ സ്പീഷീസ് വിൽ ബി eliminating the inferior species. If the same species compete ഒന്നുമല്ല, സെയിം സ്പീഷീസ് കമ്പീറ്റ് കിടക്കുന്നത് നമുക്ക് പഠിക്കാനില്ല. ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ സിലബസിൽ ഇല്ല. നമുക്ക് ഇന്റർ സ്പെസിഫിക് മാത്രമല്ലേ ഉള്ളൂ, രണ്ട് സ്പീഷീസ് തമ്മിലുള്ള മാത്രമല്ലേ ഉള്ളൂ. രണ്ട് സ്പീഷീസ് വൺ റിസോഴ്സ് ഒക്കെ തെറ്റാണ്, വേറെ വേറെ റിസോഴ്സിനാണെങ്കിലും അതെ, ഇങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. രണ്ടുപേര് തമ്മിൽ കോമ്പറ്റീഷനിലാണ് എന്നിരിക്കട്ടെ, ആ കോമ്പറ്റീഷൻ ഇൻഡെഫിനിറ്റ്ലി തുടരില്ല. മെല്ലെ മെല്ലെ എന്ത് സംഭവിക്കും? ദ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ വൺ വിൽ എലിമിനേറ്റ് ദ കോമ്പറ്റീറ്റീവ്ലി ഇൻഫീരിയർ വൺ. പിന്നെ വരുന്നത് ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ, കോ എക്സ്റ്റൻഷൻ. റൈറ്റ്, കഴിഞ്ഞു. ഓരോന്നായി നോക്കാം. ഞാൻ പറഞ്ഞത് തന്നെ എന്നാലും ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷനിൽ ഉറപ്പായി ഓർക്കേണ്ടത് ആമസോണിയൻ ഫോറസ്റ്റിന്റെ കാര്യമാണ്. നമ്മൾ സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ആമസോണിയൻ ഫോറസ്റ്റ് നശിപ്പിക്കുന്നുണ്ട്. മുമ്പ് 14% ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇന്ന് ഭൂമിയിൽ വെറും 6% മാത്രമേ ഉള്ളൂ. നോട്ട് ദ പോയിന്റ്. മുമ്പ് 14% ആയിരുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ ഇന്ന് ഭൂമിയിൽ വെറും 6% മാത്രമേ ഉള്ളൂ. ഓക്കെ ആയല്ലോ? അടുത്തയിലേക്ക് പോകുന്നു. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം നശിച്ച ജീവികൾ ആരൊക്കെയാണ്? സ്റ്റെല്ലാർഡ് സീ കൗ, പാസഞ്ചർ പീജിയൻ എക്സെട്ര. സ്റ്റെല്ലാർഡ് സീ കൗ ഫുഡിന് വേണ്ടിയിട്ടും പാസഞ്ചർ പീജിയൻ അറിയാലോ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മളുടെ വണ്ടി കത്ത് കൊണ്ട് കൊടുത്തിരുന്ന ചേട്ടൻ നമ്മുടെ എക്സ്പ്ലോയിറ്റേഷൻ കാരണം നശിച്ചു പോയതാണ്. ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ നമ്മൾ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ തന്നെയാണ്. നിങ്ങൾ കോമ്പറ്റീഷന്റെ എക്സാമ്പിൾ ആയിട്ട് ഒപിയിൽ പഠിച്ചത് ഓർമ്മയില്ല? അബിങ്ടൺ ടോർട്ടിസസ് ഗോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ചത്തുപോയി. അതുപോലെ തന്നെയാണ്. നോക്കിക്കേ, ലേക്ക് വിക്ടോറിയയിലേക്ക് നൈൽ പെർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ 200-ൽ കൂടുതൽ സൈക്ലിൻ ഫിഷസ് ചത്തുപോയി. ഒന്നുകൂടി, ലേക്ക് വിക്ടോറിയയിലേക്ക് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്? നൈൽ പെർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് സൈക്ലിൻ ഫിഷസ് ഗോട്ട് എലിമിനേറ്റഡ്. കാണാതെ പഠിക്കണം. അതുപോലെയാണ് ഇൻവേസീവ് ആയിട്ടുള്ള പല ചെടികളും, പാർത്ഥേനിയം, ലന്താനം, വാട്ടർ ഹയാസിന്റ് എക്സെട്ര. പാർത്ഥേനിയത്തിന്റെ മറ്റൊരു പേരാണ് ക്യാരറ്റ് ഗ്രാസ്. വാട്ടർ ഹയാസിന്റ് അറിയാലോ, ഐക്കോർണിയ, ദ ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. ഇവരൊക്കെ നേറ്റീവ് സ്പീഷീസിനെ നശിപ്പിക്കും. അതുപോലെ ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ക്ലാരിയസ് ഗെറിപൈനസ്, സയന്റിഫിക് നെയിം ഒന്ന് മനസ്സിൽ വെച്ച്. ആഫ്രിക്കൻ കാറ്റ്ഫിഷിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ക്ലാരിയസ് ഗെറിപൈനസ്. ക്ലാരിയസ് ഗെറിപൈനസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പല കാറ്റ്ഫിഷസിനും അത് ദോഷമാണ്. ഓക്കെ, പ്രൊസീഡിങ്. ഇതാണ് ഒരു നൈൽ പെർച്ച് കേട്ടോ. സൈക്ലിൻ ഫിഷ് കണ്ടോളെ, തീരെ ചെറുത്. പാവം, വിരലിന്റെ അത്രയുള്ള മീനുകൾ 2 മനുഷ്യനെടുത്ത് പൊക്കിയാൻ പറ്റാത്തൊരു മീനും. പിന്നെ ഇതിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാവങ്ങളുടെ കാര്യം പോക്കാവില്ലേ? ഇതുപോലെയാണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷിന്റെ ഉണ്ട്. ഇതാണ് സൈക്ലിൻ ഫിഷസ്. മറ്റേ പടം കാണാനില്ല. ഓട്ടെ, കോ എക്സ്റ്റിങ്ഷൻ അറിയാം. പാരസൈറ്റും ഹോസ്റ്റും ഒരുമിച്ച് എക്സ്റ്റിൻറ്റ് ആവും, അല്ലെങ്കിൽ പ്ലാന്റും പോളിനേറ്ററും ഒരുമിച്ച് എക്സ്റ്റിൻറ്റ് ആവും. യു നോ ദാറ്റ്. Why should you conserve biodiversity? എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യപ്പെടേണ്ടത്? പ്രധാനമായും 3 ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ മുമ്പോട്ടേക്ക് വെക്കുന്നത്. ഐ റിപ്പീറ്റ്, ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യണം എന്ന് പറയാൻ മെയിൻലി 3 ആർഗ്യുമെന്റ്സ് ഉള്ളത്. ഒന്ന് നാരോലി യൂട്ടിലിറ്റേറിയൻ, ഇടുങ്ങിയ ചിന്താഗതി. 2 ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുള്ള ചിന്താഗതി. മൂന്നാമത്തേത് എത്തിക്കൽ. ഇതൊന്നുമല്ല, നൈതികത, എത്തിക്സ്. നാരോലി യൂട്ടിലിറ്റേറിയൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ: മരം ഒരു വരമാണ്, മരം എനിക്ക് തടി തരും, മരം എനിക്ക് പൂക്കൾ തരും, മരം എനിക്ക് മരുന്ന് തരും, അല്ലെങ്കിൽ കോഴി എനിക്ക് മുട്ട തരും. ഈ ഒരു സാധനം, അതായത് എനിക്ക് കിട്ടും, എനിക്ക് കിട്ടും, എനിക്ക് കിട്ടും, കാശ് കിട്ടും, ബിസിനസ് ആക്കാം, ജീവിക്കാൻ സഹായിക്കും, ഇങ്ങനെ എന്റെ ആവശ്യങ്ങൾ നടത്തി തരുന്നത് കൊണ്ട് അത് സൂക്ഷിക്കണം. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ കുറച്ചുകൂടി ഒരു എക്കോളജിക്കൽ ആസ്പെക്ട് ആണ്. ഇപ്പൊ ഒരു കുഞ്ഞു ഉദാഹരണം, ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഇല്ലാന്നാണെങ്കിൽ മിക്കവാറും ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ് ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. നമ്മളെ ചെറുപ്പത്തിലേ ടീച്ചേഴ്സ് പഠിപ്പിച്ചു വിട്ടേക്കുന്നത് മരമാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നതെന്നാണ്, അല്ലെ? അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ മുഴുവൻ വിടുന്നത് മരങ്ങളാണ്. മരങ്ങൾ എന്തോ വലിയ ഓക്സിജൻ സിലിണ്ടേഴ്സ് ആണെന്നുള്ള രൂപത്തിലെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു വിടുന്നത് വെറും പൊട്ടത്തരമാണ്. ഭൂമി ഇവോൾവ് ചെയ്ത് വന്ന സമയത്ത് തന്നെയുള്ള ഓക്സിജൻ കണ്ടന്റ് ഇന്ന് നമ്മുടെ ഭൂമിയിലുള്ളൂ. ഓസോൺ ലെയർ ഫോം ചെയ്തതിനു ശേഷം ഓക്സിജൻ കണ്ടന്റിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ
കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്ലിക്കലി മാറ്റുന്നത് മരങ്ങളാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ ഓക്സിജൻ ശുദ്ധീകരിക്കുന്നത് മരങ്ങളാണ് എന്ന് പറയാം. അപ്പൊ ലങ്സ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ഓക്സിജൻ സിലിണ്ടറുകളാണ് മരങ്ങൾ എന്ന് പണ്ട് നമ്മൾ 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് മണ്ടത്തരമാണ്. ചില ആൾക്കാർ, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ആലിന്റെ ചുവട്ടിലൊക്കെ പോയി കിടന്നുറങ്ങുക കണ്ടിട്ടുണ്ടോ? അത് വേറെ എല്ലാ മരങ്ങളും ശ്വസിക്കുമ്പോ കാർബൺ ഡൈ ഓക്സൈഡ് വിടും, ഇത് മാത്രം ഓക്സിജൻ പുറത്തേക്ക് കൂടുതൽ വിടും. കൊറോണ മാറാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ആലിഞ്ചോട്ടിലൊക്കെ പോയി കിടക്കുന്ന ടീമുകളുണ്ട്. അടിസ്ഥാന ശാസ്ത്രം പോലും അറിയാത്തതിന്റെ പ്രശ്നമാണ്. ശരി, ഇതാണ് സ്കൂളിൽ പോയിട്ട് കാര്യമില്ല, ശാസ്ത്രബോധം വേണം, ശാസ്ത്രജ്ഞാനം ഉണ്ടായിട്ട് കാര്യമില്ല. മൂന്നാമത്തേതാണ് എത്തിക്കൽ ആർഗ്യുമെന്റ്. എത്തിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. അവരും ഭൂമിയുടെ അവകാശികളാണ്. അവരും ഭൂമിയുടെ അവകാശികളായതുകൊണ്ട് അവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമുണ്ട്. നമുക്ക് ആവശ്യമില്ലാതെ ഒരു ജീവിയെയും കൊല്ലരുത്. ഞാൻ ഈ പറഞ്ഞതിന്റെ മീനിങ് കൊതുകിനെ കൊല്ലരുത് എന്നല്ല. കൊതുകിനെ കൊല്ലണം, കാരണം അത് എനിക്ക് ദോഷം ഉണ്ടാക്കും. അതേസമയം ഞാൻ നുണ പറയുന്നതല്ല കേട്ടോ, എനിക്കറിയില്ല നിങ്ങൾ വിശ്വസിക്കുമെന്ന്. എനിക്ക് ഈ ക്ലോസറ്റിലൊക്കെ പാറ്റ വീണ് കിടക്കുന്നുണ്ട ഭയങ്കര സങ്കടമാണ്. ഞാൻ ചൂല് കുത്തി നിർത്തിയിട്ട് ഓടും. പാറ്റ കയറി, എനിക്ക് പാറ്റയെ ഭയങ്കര പേടിയാ. ഐ ആം അഫ്രൈഡ് ഓഫ് പാറ്റ, പൂമ്പാറ്റ, തുമ്പി എക്സെട്ര. അതേസമയം എനിക്ക് പാമ്പിനെ ഒന്നും പേടിയില്ല, കാരണം അത് എങ്ങടാ വരികയെന്ന് എക്സ്പെക്ട് ചെയ്യാലോ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാലോ. ഈ പൂമ്പാറ്റയൊക്കെ എങ്ങോട്ടൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ കൊല്ലണം എന്നാണെങ്കിൽ എന്നെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് ഒരു 5 പൂമ്പാറ്റകളെ ആ മുറിക്കകത്തേക്ക് ഇട്ടാൽ മതി. ഉറപ്പാണ് ഞാൻ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചിരിക്കും. മാക്സിമം 20 മിനിറ്റിനകത്ത് ഞാൻ പേടിച്ചു മരിക്കും. അറിയില്ല റീസൺ, പക്ഷെ ഞാൻ അങ്ങനെയാണ്. ഓട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് എത്തിക്കൽ ആർഗ്യുമെന്റ് കഴിഞ്ഞു. 25% ഓഫ് ഡ്രഗ്സും പ്ലാന്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. 25,000-ൽ കൂടുതൽ സ്പീഷീസിന് മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. പിന്നെ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ സംസാരിച്ചു, എത്തിക്കൽ ആർഗ്യുമെന്റ് സംസാരിച്ചു. 2 തരത്തിലാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നത്. യു ആർ ഹാവിംഗ് ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? അതിന്റെ തന്നെ സൈറ്റിൽ വെച്ച് കൺസർവ് ചെയ്യുന്നത്. ഒരു കുഞ്ഞുദാഹരണത്തിന് നമ്മൾ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ആ കാട് അതുപോലെ നിലനിർത്തിക്കൊണ്ട് അതിന് ബൗണ്ടറി ഫോം ചെയ്ത് നമ്മൾ കൺസർവ് ചെയ്യും. അതാണ് ഇൻസിറ്റു കൺസർവേഷൻ. എക്സിറ്റു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സൂവും ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ പോലെ അവരെ അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് വേറെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൺസർവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണക്കിലൊക്കെ വ്യത്യാസമുണ്ട്, ഇന്ന് കൂടിയിട്ടുണ്ട്. പക്ഷേ സാർ എപ്പോഴും പറയുന്നത് പോലെ NCERT-യിലുള്ള കണക്കാണ് നമുക്ക് എക്സാമിന് വരിക. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഇന്ത്യയിൽ 14 ബയോസ്ഫിയർ റിസർവ്സും 90 national parks, 448 wildlife sanctuaries. India has got 14 biosphere reserves, 90 national parks. India 40 biosphere reserves and 90 national parks and 448 wildlife sanctuaries. Okay, India has got 14 biosphere reserves, 90 national parks and 448 wildlife sanctuaries. കാണാതെ പഠിക്കണം, പറയിപ്പിച്ചോളാം, അതോർത്ത് പേടിക്കണ്ട. ഐ വിൽ മേക്ക് യു സേ ദി റിസൾട്ട്, ഡോണ്ട് വറി. ദെൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന സാങ്ച്വറി, പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി താഴെ ബയോസ്ഫിയർ റിസർവ്സ്, ഇതറിയണം. സേക്രഡ് ഡൂസ് ഏതൊക്കെയാണ് വായിച്ചു കഴിഞ്ഞാൽ ഓൾ ദി അബവ് എന്ന് എഴുതാൻ അറിയണം. സേക്രഡ് ഡൂസ് ഇൻ ഖാസി ആൻഡ് ജൈൻസിയ ഹിൽസ് ഇൻ മേഘാലയ. സേക്രഡ് ഡൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, കാവുകൾ എന്നാണ് മീനിങ്. സേക്രഡ് ഡൂസ് ഇൻ ഖാസി ആൻഡ് ജൈൻസിയ ഹിൽസ് ഇൻ മേഘാലയ. ദെൻ ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, Western Ghat regions of Karnataka and Maharashtra, Sarguja, Chanda and Bastar of Madhya Pradesh. ഇത്രയും നന്നായിട്ട് അറിയണം. Sacred Dues in Khasi and Jinsha Hills in Rajasthan, in Meghalaya, Aravalli Hills of Rajasthan, Western Ghat regions of Karnataka and Maharashtra, Sarguja, Chanda and Bastar areas of Madhya Pradesh. Off-site conservation നമ്മൾ പറഞ്ഞു, പുറത്താണ് നടത്തുക. എന്താണ് ഹോട്ട്സ്പോട്ട്? എൻഡമിക് സ്പീഷീസ് കാണുന്ന സ്ഥലമാണ് ഹോട്ട്സ്പോട്ട്. എന്താ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? കമന്റ് ചെയ്തേ. വാട്ട് യു മീൻ ബൈ എൻഡമിക് സ്പീഷീസ്? എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കമന്റ് ചെയ്തേടാ. എന്താ എൻഡമിക് സ്പീഷീസ്? കമന്റ് ചെയ്ത് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഇൻസെക്ട്സ് അല്ല. അത് എൻറ്റമോളജി ആണ് മോളെ. സാറ് ചോദിച്ചത് എൻഡമിക് ആണ് കേട്ടോ. എന്തോ ആയിക്കോട്ടെ, ഫിദക്കുട്ടി കമന്റ് ചെയ്തല്ലോ, മിടുക്കി കുട്ടി.
മോള് പറഞ്ഞത് എന്റമോളജി എന്ന വാക്കുമായി റിലേറ്റ് ചെയ്തായിരിക്കും. മിടുക്കി മോൾ, അത്രയൊക്കെ ചിന്തിച്ചല്ലോ. പക്ഷെ സാർ ചോദിച്ച സ്പെല്ലിംഗ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി, ENDE ആയിപ്പോയി. എൻഡമിക്. എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കാണുന്ന ജീവികൾ. ഇപ്പൊ നിങ്ങളെ കാങ്കറൂസിന് എടുത്താൽ കാങ്കറൂസ് നേച്ചുറലി ഓസ്ട്രേലിയയിൽ മാത്രമേ കാണൂ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ പെൻഗ്വിൻസിന് എടുത്തു കഴിഞ്ഞാൽ അവര് ആർട്ടിക് സർക്കിളിൽ മാത്രമേ കാണൂ. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കാണുന്ന ജീവികളെയാണ് എൻഡമിക് ജീവികൾ എന്ന് പറയാ. ENDEMIC. അങ്ങനെ എൻഡമിക് ജീവികൾ കാണുന്ന സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത്. ഇന്നിപ്പോ ഹോട്ട്സ്പോട്ട് എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണിയാ തീരില്ല അല്ലെ. കോവിഡിന്റെ അതാണ് അതിന്റെ മീനിങ്. കോവിഡ് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ കോവിഡ് അവിടെ കൂടുതലായി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ലോകത്താകമാനം 34 ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. 3 ഇന്ത്യയിലാണ്. ഒന്ന് വെസ്റ്റേൺ ഗട്ട്സ് ശ്രീലങ്ക, ഇൻഡോ ബർമ, ഹിമാലയം. വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക. അത് സബ് കോണ്ടിനെന്റ് വരുമ്പോൾ ഒരുമിച്ച് വരും, അതുകൊണ്ടാണ് അത് ഒരുമിച്ച് പറയുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയം. ഓക്കെ. Then രണ്ട് മീറ്റിങ്ങുകളാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടി നടന്നിട്ടുള്ളത്. ഒരെണ്ണം 1992-ൽ എർത്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞ് റിയോ ഡെ ജനീറോയിൽ നടന്നു. 1992-ൽ എർത്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞ് റിയോ ഡെ ജനീറോയിൽ നടന്നു. കൃത്യം 10 വർഷങ്ങൾക്ക് ശേഷം 2002-ൽ വേൾഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണം ജോഹാൻസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിൽ നടന്നു. മറക്കരുത്, 2002-ലാണ് സൗത്ത് ആഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിൽ വേൾഡ് സബ്മിറ്റ് നടന്നത്. അതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചായിരുന്നു. 190 countries have promised that they will conserve the biodiversity. ഇത്രയുമാണ് ചാപ്റ്റർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ ആ ന്യൂമറിക്കൽസ് നമ്മൾ പഠിച്ചത് ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അതാണ് ഭംഗി. നമുക്ക് ഇനി ഒരു 7 മിനിറ്റ് കൂടി ഉണ്ട്, ആ സമയം യൂട്ടിലൈസ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇടയിൽ ചോദിച്ചു. ഞാൻ എന്നാ ചാടി ചോദിക്കട്ടെ കണക്കും കാര്യങ്ങളും. നിങ്ങൾ വേഗം സാറിന് ഉത്തരം തരുമോ? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലേക്ക് വന്നേ. സാർ ഇപ്പൊ ലാസ്റ്റ് എടുത്തത് പറയാലോ. എടോ, ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടിയിട്ട് വേൾഡ് കോൺഫറൻസസ് നടക്കില്ലേ? അങ്ങനെ 2 വേൾഡ് കോൺഫറൻസസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്, ലോകരാജ്യങ്ങൾ വേൾഡ് കൺട്രീസ് തമ്മിലുള്ളത്. ഒരെണ്ണം 1992-ൽ നടന്നു, മറ്റത് 2002-ൽ നടന്നു. 1992-ൽ നടന്നത് ജോഹാൻസ്ബർഗിലാണ്. അതിന്റെ പേര് എർത്ത് സബ്മിറ്റ് എന്നാണ്. ഓക്കെ. 2002-ൽ നടന്നത് 1992-ൽ നടന്നത് റിയോ ഡെ ജനീറോയിലാണ്. 1992-ൽ നടന്നത് റിയോ ഡെ ജനീറോയിലാണ്. 2002-ൽ നടന്നത് ജോഹാൻസ്ബർഗിലാണ്. അത് പറയാം. ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഇപ്പൊ പറയാം കേട്ടോ. അത് ജോഹാൻസ്ബർഗിലാണ് നടന്നത്. അതിന്റെ പേര് വേൾഡ് സബ്മിറ്റ് ആണ്. 190 കൺട്രീസ് ബെഡ് ചെയ്തു. അബ്ദുൾ ഓക്കെ ആയില്ലേ? ആഫ്രിക്കൻ കാറ്റ്ഫിഷിന്റെ പേര് ക്ലാരിയാസ് ഗെറിപൈനസ്. NCERT-യിലുണ്ട്. CLARIAS ക്ലാരിയാസ്. ഗെറിപൈനസ് GARIEPINUS ക്ലാരിയാസ് ഗെറിപൈനസ്. ഇറ്റ് ഈസ് ദേർ ഇൻ NCERT. സാർ ചാടി ചോദിക്കട്ടെ? ചാടി ഉത്തരം പറയുമല്ലോ. റെഡി? 1 പുതിയ കണക്കുകൾ മാത്രം കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ എത്ര സ്പീഷീസ് എലിമിനേറ്റഡ് ആയി? വേഗം. അറിയാല്ലേ ഞാൻ എന്താ ചോദിക്കാൻ പോണേന്ന്. അത് റെഡിയാക്കി വെച്ചേക്കാണ് കമന്റ്. റൈറ്റ്. ഇപ്പൊ എത്ര സ്പീഷീസ് ആണ് എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യുന്നത്? 1500. അബ്ദുൽ, ഫിദ, നിങ്ങൾക്കൊക്കെ ഒരു മുട്ട കുറഞ്ഞു പോയി. ഒന്നുമല്ല, 2 മുട്ട കുറഞ്ഞു പോയി. 15,500. ഗ്രേറ്റർ ദാൻ 15,500. അതിൽ എത്ര ശതമാനമാണ് മാമൽസ്? 23. എത്ര ശതമാനമാണ്? ആരോ 32 കമന്റ് ചെയ്തു. 32 ആംഫിബിയൻസ് ആണ്. 32% ആംഫിബിയൻസ്. എത്ര ശതമാനം ജിംനോസ്പേംസാ? എത്ര ശതമാനം ബേർഡ്സ് ആണ്? Which are the evil quartet?
എവിൽ ക്വാർട്ടറ്റ് ഏതൊക്കെയാണ്? ടൈം എടുത്തോ, കുഴപ്പമില്ല, മെല്ലെ മതി. എവിൽ ക്വാർട്ടറ്റ് ഏതൊക്കെയാ? ഷോർട്ട് ഫോംസ് മതി, മുഴുവനൊന്നും ടൈപ്പ് ചെയ്യണ്ട. ഷോർട്ട് ഫോംസ് മതി. എനിക്ക് നിങ്ങൾ ഹാബിറ്റഡ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആയിക്കോട്ടെ, ഒന്നാമത്തെ കാരണമായി. രണ്ടാമത്തെ കാരണം ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഓവർ. മൂന്നാമത്തേത് കോ എക്സ്റ്റൻഷൻ, ഓവർ. ഏലിയൻ സ്പീഷീസ് ഇൻവേർഷൻ, ഓവർ. ശരി, അടുത്തത് കഴിഞ്ഞു. റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എത്ര പെർസെന്റേജ് ആയിരുന്നത് ഇപ്പൊ എത്ര ശതമാനമായി? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എത്ര ശതമാനമായിരുന്നത് ഇപ്പൊ എത്ര ശതമാനമായി? 14% ആയിരുന്നത് 6% ആയി. ലങ്സ് ഓഫ് എർത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? ലങ്സ് ഓഫ് ദി പ്ലാനറ്റ് എർത്ത് ആരാണ്? ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഏത് കൺട്രിയിലാ? ആമസോൺ ഏത് കൺട്രിയിലാ? അത് തന്നെ, ബ്രസീലാണ്, സൗത്ത് അമേരിക്ക. ലേക്ക് വിക്ടോറിയയിലേക്ക് ഡാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ മോർ ദാൻ ഡാഷ് സ്പീഷീസ് ഓഫ് ഡാഷ് എലിമിനേറ്റഡ് ആയി. ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ലേക്ക് വിക്ടോറിയയിലേക്ക് പോർന്നോട്ടെ നൈൽ പെർച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ മോർ ദാൻ എത്ര സ്പീഷീസ് ഓഫ് മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് സൈക്ലിഡ് ഫിഷസ് എലിമിനേറ്റഡ് ആയി. ദെൻ പാർത്തീനിയത്തിന്റെ കോമൺ നെയിം പറയൂ. വാട്ടർ ഹയാസിന്റെ സയന്റിഫിക് നെയിം പറയൂ. ഐക്കോണിയ. ഇൻഡിജീനിയസ് കാറ്റ്ഫിഷസ് നശിക്കാൻ കാരണം ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? ആഫ്രിക്കൻ കാറ്റ്ഫിഷസ്. ആഫ്രിക്കൻ കാറ്റ്ഫിഷസിന്റെ സയന്റിഫിക് നെയിം പറയൂ. മീൻസ് കമന്റ് ചെയ്യൂ. ക്ലാരിയാസ് ഗെറിപൈനസ്. GRIEPINUS, ക്ലാരിയാസ് ഗെറിപൈനസ്. നമ്മൾ ആകെ എടുക്കുന്ന ഡ്രഗ്സിൽ എത്ര ശതമാനമാണ് ഏകദേശം പ്ലാന്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത്? Among the total drugs, how much percentage is being derived from plants? ടോട്ടൽ ഉള്ളതിൽ എത്ര ശതമാനമാണ് പ്ലാന്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത്? 25%. ഏകദേശം എത്ര സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിന് മെഡിസിനൽ വാല്യൂ ഉണ്ട്? 25,000. ആമസോണിയൻ ഫോറസ്റ്റ് ആണ് ഏകദേശം. അത് ഞാൻ പറഞ്ഞു, അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് NCERT പറയുന്നുണ്ട്. 20% ഓഫ് ടോട്ടൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്, ശുദ്ധീകരിക്കുന്നതാണ്. Which are the two types of conservation? Conservation in the natural site is termed as dash. In the artificial site is termed as dash. Natural site ആണെങ്കിൽ in situ. Artificial site ആണെങ്കിൽ ഇന്ത്യയിലാകെ എത്ര ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്? എത്ര നാഷണൽ പാർക്സ് ഉണ്ട്? എത്ര വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്? ഓക്കെ, ലോകത്താകമാനം എത്ര ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്? 34. അതിൽ എത്ര എണ്ണമാണ് ഇന്ത്യയിൽ? ഏതൊക്കെ? വെസ്റ്റേൺ ഗട്ട്സ്, ശ്രീലങ്ക, ഇൻഡോ ബർമ, ഹിമാലയാസ്. വെസ്റ്റേൺ ഗട്ട്സ്, ശ്രീലങ്ക, ഇൻഡോ ബർമ, ഹിമാലയാസ്. ൽ നടന്ന മീറ്റിംഗിന്റെ പേരെന്താണ്? എവിടെയാണ് നടന്നത്?
റിയോ ഡെ ജനീറോ മറക്കില്ല. ഞാൻ പണ്ട് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ കട്ട പൗലോ കൊയ്ലോ ഫാൻ ആയിരുന്നു. ആൽക്കമിസ്റ്റ് എഴുതിയ പൗലോ കൊയ്ലോയുടെ എല്ലാ കഥകളും തുടങ്ങുന്നത് റിയോ ഡെ ജനീറോയിലാണ്. അറിയാമായിരിക്കും, ബ്രസീലിലെ ഒരു സ്ഥലമാണ്. ദെൻ വേൾഡ് സബ്മിറ്റ് നടക്കുന്നത് ഏത് വർഷമാണ്? വേൾഡ് സബ്മിറ്റ് നടക്കുന്നത് 2000. എവിടെയാ നടന്നത്? സൗത്ത് ആഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിൽ. എത്ര രാജ്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തത്? ചാപ്റ്റർ നല്ല പച്ചവെള്ളം പോലെ ക്ലിയർ ആയല്ലോ. ഇതിന്റെ ഒരു മാർക്ക് എന്തായാലും നമുക്ക് കിട്ടുമല്ലോ, ഉറപ്പല്ലേ? 100%. അപ്പോ എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുന്നു. കൺക്ലൂഡ് ചെയ്യാം.